കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് പോയ സെഷൻ ഇന്ന് 2024 ഓഗസ്റ്റ് ദുബായിൽ ഒരാഴ്ചത്തെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ പോയ സമയത്ത് എനിക്ക് ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ടായി. ഭരണകരമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിലും സ്വർഗം അത്ഭുതകരമായി നടത്തി. അത് പറയാൻ കാരണം നിങ്ങൾ സഭയായി പ്രാർത്ഥിച്ചു എന്ന് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. പരസ്പരം ദൈവദാസന്മാർക്കുള്ള പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രാർത്ഥനകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. താങ്ക് യു ജീസസ്. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഡേവിഡ് അങ്കിളും ശിവ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ജോഷുവ ഞങ്ങളോടൊപ്പം ഇപ്പോഴും കർത്താവിനെ ആരാധിക്കുന്നു. ഞാൻ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ശക്തന്മാരായ ദൈവദാസന്മാരെ നിങ്ങൾ അവിടുന്ന് പുറത്തിറക്കി എന്ന് പറയുമ്പോൾ ജോഷുവ ഈസ് റിയലി മൈറ്റ്ലി യൂസ്ഡ് നൗ. യൂത്തിൻ്റെ ഇടയിൽ നല്ലവണ്ണം ശക്തമായ അനേകയിടങ്ങളിൽ ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സഭയിലുണ്ട്. ഈ സഭ ഓർക്കുമ്പോഴൊക്കെ, ജോഷു ഓർക്കുമ്പോഴൊക്കെ ഈ സഭ ഓർക്കാറുണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ അത്ഭുത പ്രവർത്തികളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഒത്തിരി മുഖവരങ്ങൾ പറഞ്ഞു പോകാതെ നമുക്ക് ദൈവം തന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചൊരു ദൂതിലേക്ക് അത് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമലേഖനം 1:8 പൗലോസ് പറയുന്നത് പോലെ പരസ്പരം ഒരു ഇമ്പാർട്ടേഷൻ, മ്യൂച്വൽ ബെനിഫിറ്റായി മാറുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഇവിടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവസഭ നിങ്ങൾക്കും ശുശ്രൂഷിക്കുന്ന എനിക്കും ഒരുപോലെ ആത്മാവിൽ അത് അനുഗ്രഹമായി തീരുമാറാകട്ടെ. സ്തോത്രം. ഞാൻ ഈ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ച സമയം മുതൽ ഞാൻ ഈ മീറ്റിങ്ങിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-3 പ്രാവശ്യം കർത്താവ് ഒരേ മെസ്സേജ് തന്നെ എൻ്റെ ഉള്ളിൽ ഇടപെട്ടു. പക്ഷെ സാധാരണ പറയുന്ന ഒരു മെസ്സേജും പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളിൽ എപ്പോഴും പറയുന്ന ഒന്നായതുകൊണ്ട് ഞാൻ പിന്നെയും കർത്താവിനോട് ചോദിച്ചു. ഇന്ന് ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവെ വേണമെങ്കിൽ നീ ഒന്ന് മാറ്റണേ. പക്ഷേ പരിശുദ്ധാത്മാവിന് ഈ ദൂതിലൂടെ എന്തോ ഇവിടെ ഇന്ന് രാത്രി കൈമാറാനുണ്ട് എന്നെനിക്ക് പൂർണ്ണമായി ഉറപ്പുള്ളത് കൊണ്ട് ആ മെസ്സേജിൽ ഞാൻ കയറുകയാണ്. 1-2 വാക്യങ്ങൾ വായിക്കാം. ഒരേ വിഷയത്തെക്കുറിച്ചുള്ള പല വാക്യങ്ങളാണ്. കൊലോസ് ലേഖനം 4-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. കൊലോസ് ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എഫെസ് ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എഫെസ് ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ സകല പ്രാർത്ഥനയാലും. സകല പ്രാർത്ഥനയാലും, സകലമല്ല, സകല പ്രാർത്ഥനയാലും. അടുത്ത് വായിച്ചോ. എല്ലാവരും ചേർന്ന് പറ, യാചനയാലും. ഏതു നേരത്തും, ഒന്ന് പറഞ്ഞ ഏതു നേരത്തും, ആത്മാവിൽ പ്രാർത്ഥിച്ചും, യെസ്, അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ഗോഡ്. 1 തെസ്സലോനിക്കർ 5:17 ഇങ്ങനെ വായിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ഗോഡ്. റോമലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഡാഡി, ഇന്ന് രാത്രി അങ്ങ് ഉണ്ട്. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളുടെ മധ്യയുള്ളതിനായി സ്തോത്രം. വളരെ പ്രതീക്ഷയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ കർത്താവെ, ഈ CAയുടെ ടീമും ലീഡേഴ്സും ദൈവദാസനും സഭയും പ്രാർത്ഥിച്ച് മീറ്റിംഗ് ഇവിടെ ഈ മീറ്റിംഗ് ഇവിടെ പ്ലാൻ ചെയ്തു. കർത്താവെ, അടിയനെ ഇതിലേക്ക് ക്ഷണിച്ചു. ഇവിടെ കടന്നു വരുവാൻ ദൈവം കൃപ നൽകി. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കും. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, വാട്ട് എവർ ദാറ്റ് ഇൻ യുവർ ഹാർട്ട് യു ജസ്റ്റ് സ്പീക്ക് ഹിയർ ലോർഡ്. ദൈവത്തിൻ്റെ തേജസ് ഈ തലമുറയിൽ വെളിപ്പെട്ട് വരുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചേ മതിയാവുകയുള്ളൂ. കർത്താവേ, ഇന്ന് രാത്രി ഇതൊരു പ്രസംഗത്തിൻ്റെ പരമ്പരയല്ല, ഒരു പ്രസംഗത്തിൻ്റെ പ്രഹസനമല്ല. അതിലപ്പുറമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണമായി പ്രാർത്ഥിപ്പാൻ വേണ്ടി ദൈവാത്മാവ് ചെയ്യണമേ. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും വചനത്താലും ഞാൻ ഈ ഹോളിനെ മുതിടുകയാണ്.
ഈ ഹോളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ജഡത്തെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാ ആത്മാക്കളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഏതെല്ലാം വിചാരങ്ങളോട് വന്നാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന മേഖലയിലേക്ക് ജനം തിരിയട്ടെ. അവരെ ഫോക്കസ് തിരിയട്ടെ, ഏകാഗ്രത തിരിയട്ടെ. യേശു ക്രിസ്തുവിൻ രക്തത്താലും വചനത്താലും ഈ സ്ഥലത്തെ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം ആത്മാവ് പറയുന്നത് പോലെ തന്നെ കേൾക്കത്തക്ക നിലയിൽ കേൾക്കാൻ അനുവദിക്കാതെ ജനത്തിൻ്റെ ചിന്തകളെ മാറ്റിക്കളയുന്നതും അതിനെ കവർന്നു കളയുന്നതുമായ ആമേൻ അന്ധകാര വ്യാപാര ശക്തികളെയും ആമേൻ 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 കോട്ടകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇടിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. സിയുടെ മീറ്റിംഗ് ആണ്. അതുകൊണ്ട് അമേൻ കുഞ്ഞുങ്ങളോടും യൂത്തും നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. കാരണം CA എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് അംബാസഡേഴ്സാണ്. പ്രായം 90 ആയാലും പ്രായം 9 ആണെങ്കിലും നമ്മൾ ക്രൈസ്റ്റിൻ്റെ അംബാസഡേഴ്സാണ്. എത്ര പേർക്ക് വിശ്വാസമുള്ളത്? വി ആർ ഇൻ എ മിഷൻ. നമ്മളെല്ലാവരും ഒരു മിഷനിലാണ് ഭൂമിയിൽ. അത് തീരുന്ന ഉടനെ നമ്മൾ പോകും. അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാം 2001 നമ്മൾ കോവിഡ് ഭയങ്കരമായിട്ട് വന്നത്. കോവിഡ് സീസണിൽ ഞാൻ മരണത്തോട് ആ സമയത്തും ഇങ്ങനെ മല്ലടിച്ച് കിടക്കുകയാണ്. ഞാൻ കിടക്കുന്ന ICUവിൽ കണ്ണ് തുറക്കുമ്പോഴൊക്കെ കാണുന്നത് പ്ലാസ്റ്റിക് പേപ്പറിൽ ആളുകളെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതാണ്. എന്ന് പറയാൻ ഡെഡ് ബോഡീസ് പൊതിഞ്ഞു കൊണ്ടുപോവുകയാണ്. ICU കിടക്കുന്ന നമുക്ക് തന്നെത്താൻ ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല. പക്ഷേ നേഴ്സുമാർക്കോ ഡോക്ടേഴ്സിനോ ആഹാരം പോലും തരാൻ സമയമില്ല. കാരണം അവർക്ക് ഈ മരിച്ച ഡെഡ് ബോഡി അതിനെ കെട്ടിപ്പൊതിഞ്ഞ് അതിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഡോക്യുമെൻ്റ് തയ്യാറാക്കി അതിൻ്റെ ബന്ധുക്കളെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് ബന്ധുക്കൾ കൊടുക്കാനുള്ള അനുവാദമില്ല. അവർ മുനിസിപ്പാലിറ്റി കൊടുക്കും, മുനിസിപ്പാലിറ്റി കൊണ്ട് കത്തിക്കും. പക്ഷേ ഇതിൻ്റെ ബന്ധുമിത്ര അറിയിക്കുകയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉത്തരവാദിത്തത്തിലാണ് ഡോക്ടേഴ്സും നഴ്സുമാരും. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു കാര്യം പറഞ്ഞു, അവരുടെ കൂടെ നീ മരിക്കത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സൈഡിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആത്മാവിൽ നന്നായി കാണാൻ പറ്റുന്നുണ്ട്, മരണദൂതൻ നിന്നുകൊണ്ട് ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുകയാണ്. മറു സൈഡിൽ ദൈവദൂതന്മാർ ഇറങ്ങി നിൽപ്പുണ്ട്. കാരണം ഒരു ദൈവദാസൻ ദൈവവിളിയുള്ള ഒരുത്തൻ അതിനകത്ത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് നോക്കി പറഞ്ഞു, ഇപ്പം നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നോക്കി പറഞ്ഞു, ഡാഡി I really want to come to home. എനിക്ക് വീട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഈ വീട്ടിലെ പണി തീർന്നില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകരുത്. എൻ്റെ പണി തീർന്നെങ്കിൽ എന്നെ കൊണ്ടുപോകണം. ഇഫ് മൈ അസൈൻമെൻറ്റ് ഓൺ ദിസ് എർത്ത് ഫിനിഷ്ഡ് യു ടേക്ക് മീ ഹോം. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അന്നോട് പറഞ്ഞു, ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് വിത്ത് യു. നിന്നെ ഞാൻ ഭൂമിയിലെ പണി തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ മരണദൂതനെ വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എന്നെ തുടരുത്, എൻ്റെ പണി തീർന്നിട്ടില്ല. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ നമ്മുടെ ഭൂമിയിലെ പണി തീരാഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ പണി പൂർത്തീകരിക്കാൻ നമുക്ക് പ്രധാനമായിട്ടൊരു ഓയിൽ ആവശ്യമുണ്ട്. എൻജിൻ ഓൾറെഡി ഇവിടെ ഉണ്ട്, എന്നാൽ ഓയിൽ ആവശ്യമുണ്ട്. ആ ഓയിലിൻ്റെ പേരാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നല്ല എഞ്ചിനുള്ള നല്ല ഒരു കമ്പനി കാറ് വാങ്ങിച്ച് വീട്ടിലിട്ടാൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഉണ്ടെന്ന് പറയാം, പക്ഷേ അതിനകത്ത് എണ്ണ ഒഴിച്ചാൽ അത് ഓടും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ ക്രൈസ്റ്റ് അംബാസഡേഴ്സ് ആണ്. ഭൂമിയിൽ ജീവിക്കുന്നത് വരെ ചില സ്ഥാനങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അത് തീരും വരെ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെറുക്കുവാൻ ആവശ്യമായ ഓയിലും ഫങ്ഷൻസും ആവശ്യമാണ്. ഹല്ലേലൂയ. അതിന് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ടിന്യൂസ് പ്രയർ, തുടർന്നുള്ള പ്രാർത്ഥന. എല്ലാവരും ചേർന്ന് പറഞ്ഞ് തുടർമാനമായ പ്രാർത്ഥന. ഒന്ന് ഉറക്കെ പറഞ്ഞ് തുടർമാനമായ പ്രാർത്ഥന.
അമേൻ. എൻജിൻ ഒരിക്കൽ മാത്രമേ ഫിറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ എണ്ണ ഒഴിക്കുന്നത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഒഴിച്ചേ മതിയാകുള്ളൂ. എപ്പോഴൊക്കെ എണ്ണ അമേൻ ടാങ്കിനകത്ത് തീരുന്നോ അപ്പോഴൊക്കെ തുടർമാനമായിട്ട് ഒഴിച്ചേ പറ്റൂ. അമേൻ. വണ്ടി ഓടുന്ന അനുസരിച്ച് ഇത് ഒഴിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് കൊലോസ്യ ലേഖനം 4-2 വാക്യത്തിൽ പറയുകയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പൻ. ഇൻ ഇംഗ്ലീഷ് ഇറ്റ് റീഡ്സ് ലൈക്ക് ദിസ്, പ്രേ ആമേൻ കണ്ടിന്യൂസ്ലി. എല്ലാവരും ചേർന്ന് പറഞ്ഞേ കണ്ടിന്യൂസ്ലി. ആമേൻ. പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ കണ്ടിന്യൂസ്ലി. ആമേൻ. ആമേൻ. നിരന്തരമായി. പല കുഞ്ഞുങ്ങളും എന്നെ നോക്കുന്നതല്ല, അതൊന്നും പറയുന്നില്ല, അവർ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ചേർന്ന് പറഞ്ഞേ ആമേൻ. നിരന്തരമായി, തുടർമാനമായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ അടുത്ത വാക്യം നമ്മൾ വായിച്ചു, അത് എങ്ങനെയാണ് വായിച്ചത്? ആമേൻ. സകല പ്രാർത്ഥനയാലും ഏതു നേരത്തും എപ്പോഴും പ്രാർത്ഥിക്കുക. ഒന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കുക. എവരിബഡി സേ വിത്ത് മീ, എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രേ ഓൾവേസ്. ഹല്ലേലൂയ. ആമേൻ. ഓടുന്ന എഞ്ചിനകത്ത് എപ്പോഴും ഓയിൽ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ഓയിലുണ്ട്. പലപ്പോഴും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ പെട്രോൾ അടിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ എൻജിൻ ഓടത്തില്ല, അതിനകത്ത് ഓയിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ഭൂമിയിലെ പണി തീർക്കാൻ ആമേൻ സ്തോത്രം നമുക്ക് വേണ്ട ഒരു സാധനമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. 1 തെസ്സലോനിക്കർ 5:17 നമ്മൾ തന്നെയാണ് വായിച്ചത്. ആമേൻ. പ്രേ വിത്തൗട്ട് സീസിങ്. Hallelujah. And we used to say engine cease. Amen. Engine cease ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ വിത്തൗട്ട് സീസിങ്, അവനോട് ചേർന്ന് പറഞ്ഞേ വിത്തൗട്ട് സീസിങ്. Oh, young people, I thought you all are young people. Okay, like I've heard some of you when you are in the bathroom, when you are taking bath, I could able to hear big noise there. But when you are here, you only just smiling at me, and also I hear some sound. Maybe you are speaking like that only. Lift up your, raise your voice and say, raise your voice and say, pray without ceasing. Together, pray without ceasing. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആമേൻ. പ്രാർത്ഥന തുടർമാനമായി കൊണ്ടുപോകുക. ഈ തലമുറയെക്കുറിച്ച് ഒത്തിരി ആളുകൾക്ക് അങ്ങ് ഭയങ്കര ആങ്സിറ്റിയാണ്, വിചാരമാണ്. ഇന്നും കൂടെ ഞാനൊരു ദൈവദാസനെ കണ്ടു, ഒത്തിരി ഞങ്ങളുടെ നാട്ടിലെ ഒരാളിനെയാണ്, സഹോദരനെയാണ്. ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പണ്ടത്തെ കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ അന്നത്തെ പോലെ ഇന്നില്ല. ഇന്ന് നമുക്ക് പണ്ടത്തെ പോലെ നടക്കുന്നില്ല. ഇന്നത്തെ തലമുറയെല്ലാം മോശം തലമുറയാണ്, കൈവിട്ടു പോയ തലമുറയാണ് എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആ കൈവിട്ടു പോയ തലമുറ ഈ തലമുറയിലും കൈ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ തലമുറയ്ക്ക് കൈമോശം വരാതിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പ്രാർത്ഥന. Praise God. When young people, let me tell you one thing, people will just look at you and say, oh, this generation is potta generation, nothing is going to happen, and you guys only knows how to eat and drink and just go around and roam around. But I tell you, you have to prove from today, this generation also can pray. Hallelujah. This generation also can prophesy. This generation also can come up in the presence of God. Hallelujah. How many of you say we are going to prove it in Jesus' name? How many of you say I'm going to prove it? Hallelujah. There's no proving is happening. Okay, let me put some proof, bullet proof now. Hallelujah. പരിശുദ്ധാത്മാവെ സഹായിക്കാൻ പോകുകയാണ്. Amen. Hallelujah. പിതാക്കന്മാരും പ്രായമുള്ളവരൊക്കെ പറയുകയാണ്, ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും, നടക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നിർത്തിവെച്ച പ്രാർത്ഥന ജീവിതം തുടങ്ങി വെച്ചാൽ സ്തോത്രം, അടുത്ത തലമുറ നിർത്താതെ നിരന്തരമായി കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്ന ചിലത് നിങ്ങളുടെ വീട്ടിനകത്തുണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയുകയാണ്, സഭ പ്രാർത്ഥിപ്പാൻ ആരംഭിക്കട്ടെ, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടാൻ പോകുകയാണ്.
ഹല്ലേലൂയ. നമ്മളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു ഇവിടെ. നല്ല പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. യേശു മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം. പാടാൻ നല്ല രസമുണ്ട്, കാണാമെന്നൊക്കെ. പക്ഷേ കാണണമെന്നുണ്ടെങ്കിൽ ചില പണി തീർക്കണം. നേരത്തെ പറഞ്ഞല്ലേ, അംബാസഡേഴ്സ് പണി തീർത്താലേ അടുത്ത കൺട്രിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പണി തീർക്കണം. അതിന് എന്ത് പണി തീർക്കണം എന്നറിയാമോ? കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് മുമ്പ് ഈ സകല ഭൂമിയിലെ ആളുകളും യേശുവിനെ കുറിച്ച് കേൾക്കണം, അപ്പോൾ അവസാനം വരും. ഇവരുണ്ടോ? പോയോ? ഔട്ടായില്ലല്ലോ. ആമേൻ. അപ്പോൾ യേശുവിനെ കുറിച്ച് ഇത് പറയണമെന്നുണ്ടെങ്കിൽ തുടങ്ങുന്നത് പ്രാർത്ഥിച്ച് തുടങ്ങണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോൾ നമുക്ക് ഇത് ഇല്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ സ്തോത്രം ചിന്തിച്ചതും ആലോചിക്കുന്നതും നമുക്കിവിടെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, നമ്മളിവിടെയാണ്. പ്രൈസ് ഗോഡ്. എല്ലാ നന്മകളെ ഓർത്ത് സ്തോത്രം ഞാനും ചെയ്യുക നിങ്ങളോടൊപ്പം ചേർന്ന്. പക്ഷേ അതല്ല ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്. നിൻ്റെ സാന്നിധ്യത്തിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ ആത്മീയ ജീവിതത്തിലൂടെ, നിന്റെ ഈവൻ ശ്വാസത്തിലൂടെ നീ പോകുന്നിടത്തും വരുന്നിടത്തും അനേകർ യേശുവിനെ അറിയാൻ കർത്താവ് കൊതിച്ചിട്ട് നമ്മളെ അവിടുന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കാരണം വേദപുസ്തകം പറയുന്നതാണെന്ന് അറിയാമോ? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും സമരിയയിലും. അപ്പോൾ യെരുശലേമിൽ നിങ്ങളെ പൊക്കി നേരെ ഇപ്പുറത്ത് വന്നതാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ രക്ഷപ്പെട്ടാൽ അപ്പുറത്ത് വീണ്ടും പോകാം. ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ കൂടെ. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറയാം, അബദ്ധം പറ്റി ഞാനിവിടെ വന്നതല്ലെന്ന് പറഞ്ഞേ. അയ്യോ ചിലർ ചിരിച്ചു കാണിക്കുന്നത്. ഞാൻ അടുത്തിരിക്കുന്ന ആടുന്ന് പറയാൻ പാസ്റ്റർ ചിരിച്ചു കാണിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഞാൻ അബദ്ധം പറ്റിയല്ല ഇവിടെ വന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ ഇത് എവരിത്തിങ് ബിഗിൻ വിത്ത് പ്രയർ. എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞേ, എല്ലാം പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നു പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ. കാരണം നമ്മുടെ ഈ കൺഫെഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ കേട്ടു, ഹല്ലേലൂയ, സ്തോത്രം, ആ പാസ്റ്റർ എന്തൊക്കെ പ്രസംഗിച്ച് നല്ല പ്രസംഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവസാനം നിങ്ങൾ നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ കേട്ട കാര്യം കരുതി ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും പ്രയോജനമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായി പറയുകയാണ്. ഇപ്പോൾ നമ്മൾ പാടിയ പാട്ട് നല്ല പ്രാർത്ഥനയാണ്. പക്ഷെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. ആ കൈ ഇങ്ങനെ ഒന്ന് വെച്ച് പറഞ്ഞേ, ഞാനാകട്ടെ ആ തലമുറ. അയ്യോ, ആ കൊച്ചിക്ക് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ആ കൊച്ചു നോക്കി ചോദിച്ചാൽ ഇങ്ങനെ ഞാനാകട്ടെ ആ തലമുറ. പറഞ്ഞേ, ലെറ്റ് മീ ബി ദാറ്റ് ജനറേഷൻ. പറഞ്ഞേ, let me be the generation. അല്ലല്ലേ, കാരണം പറയാൻ പേടിയാണ്. കാരണം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പലതും നിർത്തേണ്ടി വരും, പലതും ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. അതാണ് വിഷയം. പക്ഷേ ഇല്ലെങ്കിൽ സംഭവം ഇവിടെ വിട്ട് പാട്ട് പാടാവുന്നേ ഉള്ളൂ. പിന്നെ അവസാനം കുറച്ച് കഴിയുമ്പം പണ്ട് സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ നല്ല ദൃഢതയുണ്ടായിരുന്നു. ഇപ്പം വന്ന് ആ സ്തോത്രം എന്ന് കേൾക്കുമ്പോൾ ഇവിടുന്ന് എനിക്ക് കേൾക്കാം സോ എന്ന് കേൾക്കാം. സു സൗണ്ട് മാത്രമല്ല, ഓക്സിജൻ വരുന്ന പോലെ സാധനം മാത്രമേ വരുന്നുള്ളൂ, സ്തോത്രം വരുന്നില്ല. കാര്യം പ്രാർത്ഥന പോയി, ഇപ്പോൾ സു മാത്രമേ ഉള്ളൂ. കെയർഫുള്ളായിട്ട് പറയണം. പറഞ്ഞാൽ വേറെ പലരും വിചാരിക്കും അവരെ വിളിക്കുവാന്ന്. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിന് വലിയൊരു മാറ്റം ഇതിനകത്ത് വരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് തന്നെ ഞാൻ പ്രസംഗിക്കണം. കർത്താവിനോട് പറഞ്ഞു, സ്തോത്രം, ഈ തലമുറയിൽ God is looking for a set of people who would say, I will pray, we will pray till we see a breakthrough. ഒരു മാറ്റം ഈ തലമുറയിൽ, ഈ ഒരു മാറ്റം ഈ സമൂഹത്ത് വരുന്നതുവരെ ഞാൻ പ്രാർത്ഥന നിർത്തുകയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ എൻ്റെ ആത്മാവിന് വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ജനം മടുത്തുപോയ പ്രസംഗ വിഷയമാണെങ്കിലും പരിശുദ്ധാത്മ പറയാൻ ഞാൻ മടുത്തിട്ടില്ല. കാരണം അവർ ഏറ്റെടുക്കുന്നത് വരെ ആത്മാവിന് ഇത് പ്രസംഗിക്കാൻ മടുപ്പില്ല. ഹല്ലേലൂയ.
നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, the word of God commands us to pray. 1 Thessalonians chapter 5 verse 17, 1 തെസ്സലോനിക്ക 5 നമ്മൾ വായിച്ച ഭാഗം നിങ്ങൾ ഇംഗ്ലീഷിൽ പോയി നോക്കിയാൽ അത് ഇമ്പറേറ്റീവ് മൂഡാണ്. എന്ന് പറഞ്ഞാൽ കമാൻഡാണ്. നമ്മൾ ഗ്രീക്ക് പദത്തിലേക്ക് വരുമ്പോൾ ഇമ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു മൂഡുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി യൂസ്ഡ് ഇൻ കമാൻഡ്, കൽപ്പനയ്ക്കാണ്. നമുക്ക് കൽപ്പനകളെന്ന് പറയും പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്നാനമാണ്. പക്ഷെ സ്നാനം ശരിക്കും പറഞ്ഞ ഒരു മേജർ കൽപ്പനയല്ല. നിങ്ങൾ പോയി വായിച്ചു നോക്കൂ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ശിഷ്യരാക്കുന്ന കൂട്ടത്തിൽ സ്നാനപ്പെടുത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പം മേക്ക് ഡിസൈപ്പിൾസ് ബൈ ബാപ്റ്റൈസിങ് ദം ആൻഡ് ടീച്ചിങ് എവറിത്തിങ് ഐ ടോട്ട് എന്നാ മനസ്സിലായി പറഞ്ഞേ. നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് ഈ സ്നാനം പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിച്ച് വരട്ടി ഇട്ടുന്നതല്ലാതെ വചനത്തിൽ പറയുന്ന കൽപ്പനകളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അങ്ങോട്ട്. പക്ഷെ ഇവിടെ പറയുകയാണ്, ഇത് ശരിക്കും ഒരു കൽപ്പനയാണ് ബൈബിളിലെ. എന്താണെന്നറിയാമോ? ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പാടിയ പാട്ടുമായി കണക്ട് ചെയ്ത് വരികയാണ്. 4-ാം അധ്യായം എന്ന് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത് കാലങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇത് ഇതിനകത്ത് ഇരിക്കുന്നവർക്ക്, ഇതിനകത്തുമായി ബന്ധപ്പെട്ടവർക്ക് കറക്റ്റ് കാണുമ്പോൾ അറിയാം, കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. 16-ാമത്തെ വാക്യം, എപ്പോഴും സന്തോഷിപ്പിൻ. ഒരു കൽപ്പനയാണ് കേട്ടോ, ഒരു കൽപ്പനയാണ്. ഹലോ, പുറൂർക്കുന്നവരോട് പറയുകയാണ്, ഒരു കൽപ്പനയാണ് കേട്ടോ. സ്നാനത്തിന്റെ മാത്രം പറഞ്ഞ് പേടിപ്പിക്കണ്ട, ഇത് പറഞ്ഞ് പേടിപ്പിക്കണം നിങ്ങളെ. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലയോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. Hallelujah. 3 commands. Out of that one command is pray, without ceasing. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നവർ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ സാധനം കാണത്തോളുന്നു. പുറപുറത്തുകൊണ്ടിരിക്കുന്നവർ ഇത് കാണത്തില്ല, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നവർ കാണത്തുള്ളൂ. കാരണം ഈ പുറത്തുകൊണ്ടിരിക്കുന്നത് താഴെ നോക്കിയിട്ട് ഇനിയും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സന്തോഷിക്കുന്നവൻ പറയും കർത്താവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. എല്ലാവരുടെ കൂടെ ഉണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്ത് ഞാൻ ഈ വായിച്ച ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ, കൊലോസിലെ 4-ാമത്തെ വാക്യം, ഡിവോട്ട് യുവർ സെൽഫ് ഇൻ പ്രേയർ. ഇറ്റ്സ് എ കമാൻഡ്. ഇറ്റ്സ് എ കമാൻഡ്. ഒന്ന് പറഞ്ഞേ, കമാൻഡ്. കമാൻഡായിട്ട് പറയുന്നേ, ഒരു കൽപ്പനയായിട്ട് പറ, കമാൻഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വേദപുസ്തകത്തിലൊരു കൽപ്പനയാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളും പ്രമാണിക്കും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിൻ്റെ കൽപ്പനയും കൂടെ അനുസരിക്കും. അപ്പോൾ എങ്ങനെ അറിയാം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്? വെരി സിമ്പിളാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ, ദൈവസഭ വചനത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കും. പ്രൈസ് ഗോഡ്. അവിടുത്തെ വാക്തം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത് ലവ് ഗോഡ് ആൻഡ് ലവ് അതേഴ്സ്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ, അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും. വേദപുസ്തകം വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്, ആത്മാവിൽ പ്രാർത്ഥിപ്പിൻ. നമ്മൾ യൂദാലേഖനം 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യു ബിൽഡ് യുവർ സെൽഫ് യുവർ ഹോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആൻഡ് പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ വിശുദ്ധ വിശ്വാസത്തെ നിങ്ങൾ ആധാരമാക്കി വർദ്ധിപ്പിക്കുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ വേദപുസ്തകത്തിൽ ശക്തമായി, ഇതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പെന്തക്കോസ്ത് വീട്ടിൽ തന്നെ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ അന്യഭാഷ പറഞ്ഞാൽ പിള്ളേർ കളിയാക്കി ചിരിക്കുന്നത്. പാസ്റ്ററെ, എല്ലായിടത്തും ഒന്നുമില്ല, മഴ വീട്ടിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. പണ്ടത്തെ പെന്തക്കോസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അവർ കിച്ചണിൽ നിൽക്കുമ്പോഴും, അവർ ജോലി ചെയ്യുമ്പോഴും, ഹോസ്പിറ്റലിൽ പോകുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, ബസ്സിലിരിക്കുമ്പോഴും അവർ അതരം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർ ചിലത് ഇങ്ങനെ കൽപ്പിച്ചു കൊണ്ടിരുന്നുണ്ടെന്നും അവരുടെ അകത്ത് ആത്മാവുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ അന്യഭാഷകൾ പറഞ്ഞപ്പോൾ ഉണ്ടായ ചില രഹസ്യങ്ങളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്.
Oh Ramana Shantaneriasia. How many of you understood what I'm trying to say? I mean, when the servants of God start praying in tongues, praying in the spirit, ആത്മാവിൽ അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇന്നത്തെ തലമുറ രൂപപ്പെട്ടു വന്നത്. എന്നാൽ അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? കുറ്റം പറയുക. നമ്മുടെ ശരിയാവില്ല, അവൻ എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുകയാണ്, അവൻ എപ്പോഴും അങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പോവുകയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ തീരുമാനിച്ചോളാം. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല, നമ്മൾ കുറ്റം പറയുകയാണ്. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന തലമുറകൾ നോക്കിക്കോ, വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട്. ചിലർ പറയും, ചിലർ എപ്പോഴും അന്യഭാഷ പറയുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. അത് അവരുമായിട്ട് കണക്കാക്കട്ടെ, എനിക്കറിയത്തില്ല. കാരണം അവൻ ശരിക്കും പിതാവുമായി ബന്ധപ്പെട്ട ഒരു ആത്മാവിൽ വെളിപ്പെട്ട് വന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങളുടെ കൂടെ വെളിപ്പെട്ട് വരും. എല്ലാം എൻ്റെ കൂടെ പ്രൈസ് ഗോഡ്. ഇന്നത്തെ പെന്തക്കോസ്റ്റിന് ഇത് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ പെന്തക്കോസ് ബ്രദറൻകാരെക്കാളും കഷ്ടമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. അതിന്റെ കാര്യം എന്താണ്? അന്നത്തെ പെന്തക്കോസ് അല്ലെങ്കിൽ ദൈവമക്കൾ അന്യഭാഷകളിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായി പറയുകയാണ്, പ്രാർത്ഥന തുടങ്ങട്ടെ. ഒന്ന് പറയാം, തുടങ്ങട്ടെ. ഒന്ന് പറയാം, തുടങ്ങട്ടെ. അയ്യോ പലരും ഒന്നും ഇടുന്നില്ല. ഒന്ന് പറയാം, തുടങ്ങട്ടെ. തുടങ്ങട്ടെ, തുടരട്ടെ. ഒന്ന് പറഞ്ഞ, തുടങ്ങട്ടെ, തുടരട്ടെ. എന്താണ് പ്രാർത്ഥന? തുടങ്ങട്ടെ, പ്രാർത്ഥന തുടരട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് ആരംഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആത്മമണ്ഡലങ്ങളിൽ ഞാൻ ഇന്നത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ ആ ദൂത് ഇതിൻ്റെ പ്രവൃത്തിയും കൂടെ ചെയ്യുന്ന കർത്താവാണ്. യെശയ്യാപ്രവചനം 55 ഇങ്ങനെ പറയുന്നു, അവൻ ഒരു വചനം അയച്ചാൽ അതിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ തിരികെ വരികയില്ല. ഐ സോ ദിസ് വേർഡ് ഓഫ് ദ ലോർഡ്. ഇന്ന് ഈ വിത്ത് ഞാൻ ഇവിടെ ഈ സഭയ്ക്ക് വിതയ്ക്കുകയാ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇതിനകത്ത് നിൽക്കട്ടെ. വല്ലപ്പോഴും പ്രാർത്ഥന ഒരു ശൈലിയിൽ, ഭാഷയിൽ ഒരു ഭാഷാ ശൈലിയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതല്ല. കർത്താവിനോടൊപ്പം തുടർമാനമായി പ്രാർത്ഥിക്കുന്ന ഒരു സഭ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. പല സമയത്ത് ഞാൻ ഹാവ് സീൻ ഇറ്റ്. ദ യങ് പീപ്പിൾ, പെന്തക്കോസ്റ്റ് മക്കൾ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ സർപ്രൈസ് നോക്കുകയാണ്. എന്താണ് ഈ പാസ്റ്റർ പറയുന്നത്? എന്താണ് ഇത് സംസാരിക്കുന്നത്? എന്തോ പുള്ളി ചറപറ പറയുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ അതിശയത്തോടെ നോക്കിയ കാര്യം എന്താണ്? അവരുടെ പിതാക്കന്മാർ, അപ്പനും അമ്മയും വീട്ടിൽ അന്യഭാഷ പറയുന്നവരല്ല. കുഞ്ഞുങ്ങൾക്ക് ആ അത്ഭുതമാണ്. ഇന്ന് ഈ പകൽ അത് മാറി ഒരു പുതിയ തലമുറയിൽ നിൽക്കട്ടെ. എൻ്റെ യേശുവിന്റെ സാന്നിധ്യം നിന്റെ വീട്ടിനകത്തേക്ക് വരട്ടെ. അന്യഭാഷകളിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയിൽ നിൽക്കട്ടെ. നീ ഡ്രൈവ് ചെയ്യുമ്പോൾ, നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ ആത്മമണ്ഡലങ്ങളിൽ സംസാരിക്കുന്നത് നിൽക്കട്ടെ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്ക് പല ലെവലുകളുണ്ട്. ഞാൻ ഇന്ന് പകൽ അതാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പല ടൈപ്സ് ഓഫ് പ്രെയർ ഉണ്ട്, പല തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്, പല ലെവലുകളുണ്ട്, പല മേഖലകളുണ്ട്. അതുകൂടാതെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുണ്ട്. പല നിലയിൽ അങ്ങനെ ഉണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങളോട് ചില ലെവലുകൾ പറയാൻ പോകുകയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ലെവലിലോട്ടൊന്ന് തുടരുക. ഓക്കെ, തുടരുക. നമ്പർ 1 ലെവൽ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ ഒത്തിരി വാക്യങ്ങളും ബൈബിൾ ബുക്ക് എടുത്തില്ല, കുഴപ്പമില്ല, ഞാൻ പറയുവാണെങ്കിൽ വായിച്ചാൽ മതി. 4-ാം അധ്യായം 6-7 ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട്. ഓക്കെ, അപ്പോൾ നമുക്ക് സമാധാനം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ കേൾക്കുന്നേ, നിങ്ങൾ അങ്ങ് വചനം പഠിക്കാറില്ലേ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ക്രിസ്തുവേശുവിൽ നിങ്ങളെ ക്രൈസ്റ്റ് വിൽ ഗാർഡ് അവർ ഹാർട്ട്സ് ആൻഡ് ഗീവ് ദ പീസ് ഓഫ് ഗോഡ് ദാറ്റ് വിൽ സർപാസ് ഓൾ അവർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായുള്ള അങ്ങല്ലേ എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുക, ഈ സ്റ്റാൻഡേർഡ് നിൽക്കുക ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ.
കാരണം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അപേക്ഷകളും ആവലാതികളും പറയുന്ന ഒരു പ്രാർത്ഥന, അത് സ്റ്റാൻഡേർഡ് നമ്പർ 1 ആണ്. നല്ലതാണ്, അത് വേണ്ടതല്ല. വി ഓൾ സ്റ്റാർട്ട് ഫ്രം ദെയർ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എവിടെയാ? അമ്മേൻ അവരോട് പറയും പപ്പയെ അനുഗ്രഹിക്കണേ, അമ്മ അനുഗ്രഹിക്കണേ. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അമ്മേൻ ആവശ്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് പറയും, എനിക്ക് ഒരു മൊബൈൽ ആവശ്യമാണ്, നീ കർത്താവിനോട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആവശ്യങ്ങളും അപേക്ഷകളും ആവലാതികളും പറയുമ്പം നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനെയല്ലേ പറഞ്ഞേ, ഇല്ലയോ? ഓക്കെ. ഞാനും പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ആമേൻ സ്തോത്രം. അത് ലെവൽ നമ്പർ 1 ആണ് കേട്ടോ, ലെവൽ നമ്പർ 1. ആമേൻ സ്തോത്രം. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതിലുണ്ട് കൂടെ. ആമേൻ ആസ്ക് ഫോർ വൺ സെൽഫ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എൻ്റെ കൊച്ചിനെ അങ്ങ് കാനഡ വിടണേ, എൻ്റെ കൊച്ചിനെ അങ്ങ് അമേരിക്ക വിടണേ. ഇതെല്ലാം പ്രാർത്ഥന എന്താണ്? ലെവൽ നമ്പർ 1 പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ചൈൽഡ് ആണ് ഇപ്പോഴും. എബ്രായ ലേഖനം 5-ാം അധ്യായം 12 എടുക്കണ്ട, ഒറ്റ വാക്കിൽ എടുക്കണ്ട. ഇനി ഞാൻ പറയുന്നത് മാത്രം എടുത്താൽ ഇങ്ങനെ വേണമെങ്കിൽ അവർ കാണിക്കുന്ന പോലെ കാണിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ വേണമെങ്കിൽ എബ്രായ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ എഴുത്തുകാരൻ പറയുകയാണ്, നിങ്ങളുടെ വയസ്സും നിങ്ങളുടെ കാലവും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നോ വലിയ അപ്പോസ്തലന്മാരും ടീച്ചേഴ്സും ഉപദേഷ്ടാക്കന്മാരും പിന്നെ ഒക്കെ ആകേണ്ടതാ. പക്ഷെ ഇപ്പോഴും ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ നിൽക്കുക. ഇപ്പോഴും നമുക്ക് ഫിലിപ്പിയ ലേഖനം 4, 6, 7 ഒന്നിനെ കുറിച്ച് ഞാൻ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും. ഒരു വിചാരം എനിക്ക് വേണ്ട, ടെൻഷനും വേണ്ട, BP വേണ്ട. BP കുറയ്ക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രാർത്ഥനയാണ്. ഉണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനകത്തുനിന്ന് പുറത്തു വരണം. അങ്ങനെ വരണം, അത് വേണ്ടെന്നല്ല. ദാറ്റ്സ് വെയർ വി ഓൾ സ്റ്റാർട്ടഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിച്ച് അവിടെയാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവുമായി ബന്ധത്തിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു, നമ്മുടെ അപേക്ഷകൾ കർത്താവിന് കൊടുത്തു. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. CAയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ, ക്രൈസ്റ്റ് അംബാസഡർ ആകണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ക്രൈസ്റ്റ് അംബാസഡേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഒതുങ്ങുന്ന പ്രാർത്ഥനയല്ല. സ്തോത്രം. രാജ്യത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് വരണം. എല്ലാവരും ഉണ്ടോ? ആ രാജ്യത്തിൽ വന്നവർക്ക് ആ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഈ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യം, കുവൈറ്റ് എന്ന രാജ്യത്തിനകത്ത് നിൽക്കുന്നവർക്ക് ഈ കുവൈറ്റ് എന്ന രാജ്യത്തിലെയും ഇന്ത്യയിലെ രാജ്യത്തിൽ നമുക്ക് ആവശ്യമുള്ള ആവശ്യങ്ങളെ മനസ്സിലാകത്തുള്ളൂ. ഉണ്ടോ? പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ചാടിയവൻ, ദൈവരാജ്യത്തിലെത്തിയവൻ ദൈവരാജ്യത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയും. പ്രൈസ് ഗോഡ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ നമ്മ അധികാരം കൊടുക്കും. അപ്പൊ ദൈവ മക്കളായി, അവൻ അപ്പനായി, നമ്മൾ മക്കളായി. എന്നാൽ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ, ഈ അപ്പൻ എന്ന് പറഞ്ഞത്, എൻ്റെ ഇപ്പോഴത്തെ അപ്പൻ എന്ന് പറയുന്നത് അവൻ രാജാതിരാജാവാണ്. രാജാതിരാജാവിന്റെ മകനായിട്ടാണ് ജനിച്ചേക്കുന്നത് ഇപ്പം. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ രാജ്യത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന വളർച്ചയുള്ള മക്കളായി തീരാൻ ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥനാ മുറിയിൽ കയറും? ഹലോ പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇന്നും ഇതുപോലെ ആവശ്യങ്ങളും അപേക്ഷയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ഞാൻ അവരെ വിളിക്കുന്ന പേരാണ് ഐസ്ക്രീം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അപ്പനെ കാണുമ്പോൾ, അമ്മ ഇച്ചിരി ഐസ്ക്രീം താമ്മ, ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ബേബി ക്രിസ്ത്യനാണ് അവർ, ബേബി ക്രിസ്ത്യൻ. പക്ഷേ പ്രായം കൊണ്ടും വയസ്സുകൊണ്ടും അവരെവിടെ എത്തേണ്ടതാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ, രാജാവിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തയ്യാറാകേണ്ടവരാണ്. എല്ലാവരും ഉണ്ടോ കൂടെ? ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് എനിക്ക് വളരണം എന്ന് പറഞ്ഞേ, എനിക്ക് വളരണം. ഒന്ന് പറഞ്ഞ് എനിക്ക് വളരണം. അയ്യോ ദൈവമേ, ജീവനുള്ളവർക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് വളരണമെന്ന് ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ജീവനുള്ളവരെല്ലാം ഒന്ന് പറഞ്ഞേ എനിക്ക് വളരണം.
ആമേൻ. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ വാഴണം. പ്രൈസ് ഗോഡ്. ആമേൻ. ആമേൻ. സേ വിത്ത് മീ. ആമേൻ. ടേക്ക് മീ ഡീപ്പർ. സേ വിത്ത് മീ. ടേക്ക് മീ ഡീപ്പർ. ആമേൻ. ഇതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ മലയാളത്തിൽ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞത്. അപ്പോൾ ഇച്ചിരി പവർഫുൾ ആ വാക്ക്. സേ വിത്ത് മീ. ടേക്ക് മീ ഡീപ്പർ. ടേക്ക് മീ ഡീപ്പർ. പ്രാർത്ഥനയുടെ ഡീപ്പർ ലെവലിലേക്ക് ഇന്ന് പകൽ അയക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ ഒന്നാം ലെവലിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക, കർത്താവേ എനിക്ക് വേണ്ടതെല്ലാം തരണമേ. നമ്മൾ യാക്കോബ് ഇങ്ങനെ ഓടിപ്പോയ സമയത്ത് ഓർമ്മയുണ്ടല്ലോ, ഒരു എൻകൗണ്ടർ ഉണ്ടായി. എന്ത് സന്തോഷമാണ് എൻകൗണ്ടർ ഉണ്ടാക്കുന്നത്. ദൈവം ഇറങ്ങി വന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത് സന്തോഷമാണ്. പക്ഷേ പുള്ളി പറയുക, എനിക്ക് തിന്നാൻ, എനിക്ക് ഇടാൻ, എനിക്ക് പ്രൊട്ടക്ഷനൊക്കെ തരണം. നല്ല കാര്യം. പക്ഷേ അവിടെ കൊണ്ട് അവൻ്റെ പേര് മാറിയില്ല, അവൻ്റെ സ്വഭാവവും മാറിയില്ല. മാറിയോ? ഹലോ, അവൻ്റെ സ്വഭാവവും മാറിയില്ല, അവൻ്റെ പേര് മാറിയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ അവനൊരു അനുഭവം ഉണ്ടായി. അവനെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്, അവനെ കരുതുന്നൊരു കർത്താവുണ്ട്, അവനെ അനുഗ്രഹിക്കുന്നൊരു കർത്താവുണ്ട്. കാരണം അതുപോലെ തന്നെ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവനുണ്ടാക്കിയ ബിസിനസ് എല്ലാം വർദ്ധിച്ചു വന്നു. അവൻ്റെ ആടുകൾ പെറ്റുപെരുകി. അവൻ ഒരു ഭാര്യയ്ക്ക് 2 ഭാര്യ കിട്ടി. ഒത്തിരി കാര്യങ്ങൾ ലഭിച്ചു. ഹലോ, എല്ലാവരും ഉണ്ടോ കൂടെ? പ്രൈസ് ഗോഡ്. പക്ഷെ അവൻ്റെ പേര് മാറിയത് അടുത്ത തലത്തിലേക്ക് അവൻ എത്തിയപ്പോഴാണ്. അവൻ ഒറ്റയ്ക്ക് ദൈവസ്ഥൽ വന്നിട്ട് പറഞ്ഞപ്പോൾ അവൻ അറിയാതെ അവന് വേണ്ടി ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തിനകത്താണ് ഉണ്ടായത്. ഈ ഹസ്ബൻഡും വൈഫും കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ സഹോദരിയാണ്. തമിഴാണ്. അപ്പോൾ മലയാളമൊന്നുമല്ല, പേടിക്കണ്ട. അപ്പം ഇതിങ്ങനെ ഞാൻ ആ സഹോദരത്ത് കുറേ നാളുകൊണ്ട് ആരാധിക്കും പോകുന്നില്ല. അപ്പം ഞാൻ ആരോ പറഞ്ഞ് സഹോദരി പണ്ട് സ്നാനപ്പെട്ടതാണ്, ചർച്ചയിൽ പോകാത്തതെന്ന് പറഞ്ഞ് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോയതാണ്. ഒരു സ്ലമ്മിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേർ പറയുകയാണ്, എൻ്റെ അപ്പൻ കർത്താവിന് വേണ്ടി ഒത്തിരി പോയി, എല്ലാ സൺഡേയും തെറ്റാതെ ആരാധനയ്ക്ക് പോയി. പിന്നെ എന്തിനാണ് എൻ്റെ അപ്പനെ 38-ാമത്തെ വയസ്സിൽ വിളിച്ചത്? അതുകൊണ്ട് ദൈവം ഇല്ല, ഈ ദൈവത്തെ ഞാൻ വിളിക്കത്തില്ല. കാര്യം എന്താണെന്ന് അറിയാൻ മനസ്സിലായോ? ലെവൽ നമ്പർ 1 കടന്നത്. ഇപ്പം ദൈവത്തിനാണ് കുഴപ്പം. ഇതിലുണ്ടോ കൂടെ? ദൈവത്തിനാണ് പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇവരുടെ പ്രശ്നം, ഇവരാ കണ്ടത് ലെവൽ 1 മാത്രമേ ഉള്ളൂ. കാരണം ഇവർ ചോദിച്ച കാര്യം കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ അവർക്ക് ഡൗട്ട്, ദൈവം തന്നെ ഉണ്ടോ എന്ന്. ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അപ്പം ദൈവത്തെ മെഷീനായി കാണുന്ന കാലഘട്ടം മാറട്ടെ. ഇതിലുണ്ടോ? റീബാല ഹന്തന റബാക്കാസി. ഇപ്പൊ അന്യഭാഷ പറയാൻ തോന്നുന്നു, അന്യഭാഷ പറഞ്ഞു, കുഴപ്പമില്ല. ഷമാന. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലത് പൊട്ടിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ചില പൊട്ടിച്ചിട്ട് പ്രാർത്ഥന ലൈഫിലേക്ക് കയറ്റാൻ പോകുകയാണ്. ഷമാന. ഐ ഹാവ് ഹേർഡ് മെനി പീപ്പിൾ സെയിങ്. ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു പാസ്റ്ററെ, പക്ഷേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം ഉണ്ടോ എന്ന് അറിയത്തില്ല. റീസെൻ്റ്ലി ഒരു സ്ത്രീ പറയുകയാണ്, അതും ഇതുപോലെ ഒരു സഹോദരി പറയുകയാണ്, അങ്ങേര് അവിടെ ഇരിക്കുക, ദൈവത്തെ നോക്കി പറയുക, അങ്ങേര് അവിടെ ഇരിക്കുക, ഒന്നും കേൾക്കുന്നില്ലെന്ന്. എവിടെ പോയി? കാരണം അവർക്ക് ഒത്തിരി പ്രതിസന്ധിയിൽ കടന്നുപോയി. ഒരു പേരുദോഷം ഉണ്ടായി, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ആ പേരുദോഷം. കാരണം അവരറിയാത്തൊരു വിഷയത്തിന് വേണ്ടി അവർക്കൊരു പേരുദോഷം ഉണ്ടായൊരു സ്ത്രീയാണ്. അപ്പം അത് എന്നോട് പറഞ്ഞ് ഷെയർ ചെയ്യുകയാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, ഈ ദൈവം എവിടെ പോയി? അങ്ങേര് എവിടെ? ചുമ്മാതിരിക്കും, ഇതെല്ലാം അങ്ങേര് കേട്ടോണ്ടിരിക്കില്ലെന്ന്. ഇങ്ങനെ തന്നെ പറഞ്ഞ് ആ തമിഴിലാണ് പറഞ്ഞ്. ആ തമിഴ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇവർ ഇതുവരെ എവിടെയാണ്? ലെവൽ 1 പ്രയറിലാണ് കത്തി നിൽക്കുന്നത്. കർത്താവ് പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ പറയുകയാണ്, ഓ ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടെങ്കിൽ ചെയ്യുമോ? താങ്ക് യു ജീസസ്. ഓ റബ ഖന്ദനരഗജസേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. When God does not respond to our one prayer, when God may take time for his time, അവൻ്റെ സമയത്തിന് വേണ്ടിയോ അവൻ പ്രാർത്ഥന അല്പസമയം വൈകിയോ ചെയ്താൽ പിന്നെ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് പോലെ ദൈവത്തെ വലിച്ചെറിയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ തലമുറ പലരും ദൈവമില്ല എന്ന് പറഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് സഭ ആ ഒരു ലോ ലെവലിൽ നിന്ന് തിരികട്ടെ, കയറട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രൂ ചിൽഡ്രൻ ആരാണ്?
യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ട്രൂ ചിൽഡ്രൻ. അങ്ങനെ കൈക്കൊണ്ട ദൈവ മക്കൾ, ആമേൻ, സ്തോത്രം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ദേ നീഡ്. അവർക്ക് എന്ത് വേണമെന്നല്ല അവരുടെ വിഷയം. പിന്നെ എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നാണ് അവരുടെ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നല്ലോ. യഥാർത്ഥമായി വീട് ജനിച്ചൊരു കുഞ്ഞുങ്ങളാണെങ്കിൽ, ആമേൻ, സ്തോത്രം, എനിക്ക് എന്ത് വേണമെന്നല്ല വിഷയം, എൻ്റെ അപ്പന് എന്താണ് ഇഷ്ടമെന്നാണ് വിഷയം വരുന്നത്. മനസ്സിലായി പറഞ്ഞു. അപ്പോൾ ലെവൽ നമ്പർ 1 നിന്ന് എത്ര പേർക്ക് മേലെ കയറാൻ ആഗ്രഹമുണ്ടെന്ന്? ആമേൻ. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ 5ലേക്കോ 6ലേക്കോ ഒന്നും പോകേണ്ടി വരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങളുടെ സ്തോത്രം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു 90% ലെവൽ നമ്പർ 1-ലാണ്. അതുകൊണ്ട് 1ഉം 2ഉം പറഞ്ഞിരിക്കുന്നത് നല്ലത്. താങ്ക് യു ജീസസ്. അവൻ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് അവൻ ലെവൽ നമ്പർ 7, 8 വരെ പ്രാർത്ഥിച്ച ഭക്തന്മാരുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ അവൻ ദേശം വിറങ്ങലിച്ചിട്ടുണ്ട്. അവൻ സ്തോത്ര ദൈവപ്രവൃത്തി വെളിപ്പെട്ടുണ്ട്. അങ്ങനെ ഒരു തലമുറ ഇന്ന് എഴുന്നേൽക്കൂ. എൻ്റെ ദൈവം ചെറുതായിട്ടില്ല. ഹി ഈസ് നോട്ട് ബിക്കം ലെസ് ഇവൻ ടുഡേ. ഹി ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അന്നാണ്. അവൻ ഇന്നും പ്രവർത്തിപ്പാൻ കഴിയും. പക്ഷേ കർത്താവ് നോക്കുകയാ ഈ ലെവലിൽ നിന്ന് ഗിയറിന്ന് ചേഞ്ച് മാറ്റി കൊടുക്കുന്ന. ഈ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ 1-ൽ മാത്രം, ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും സ്തോത്രം, ഗിയർ 1-ൽ മാത്രം ഇട്ട് ഓടി പോകുമ്പോൾ ഒന്നുള്ള സീന്ന് ഓർത്ത് നോക്കിയേ. സ്തോത്രം. കുറച്ച് കഴിയുമ്പം പറയും ഗിയർ 2nd ഇല്ല എന്നറിയുന്ന ഒരു ഡ്രൈവറാന്ന് വിചാരിക്കും ഈ വണ്ടിക്കൊരു സുഖമില്ലെന്ന് പറയും. ഈ വണ്ടിക്കൊരു സുഖമില്ല, ഈ വണ്ടി ശരിയല്ലെന്ന് പറയും. പ്രൈസ് ഗോഡ്. ഗിയർ മാറ്റാൻ അറിയുന്നത് ഗിയർ മാറ്റിയിട്ട് കൊടുക്കും. പറഞ്ഞു മനസ്സിലാന്നോ? ഹല്ലേലൂയ. അവനൊരു ഡൗട്ട് വരത്തില്ലെന്നേ. അവൻ പ്രാർത്ഥന കേട്ടാലും കേട്ടില്ലെങ്കിലും എൻ്റെ അപ്പൻ്റെ ഇഷ്ടം തികയ്ക്കുന്നത് അത്ര എൻ്റെ ആഹാരം. ഓക്കെ, ആമൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പറയാം കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും. കർത്താവിന് നമ്മുടെ ഈ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്നൊരു കുഴപ്പമില്ല. കർത്താവ് എൻ്റെ ആവശ്യം ഇതാണ്, എനിക്ക് എൻ്റെ മോളെ ഡബിൾ PhD ആക്കണമേ എന്ന് പറഞ്ഞാൽ നല്ല. PhD എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഹെഡ് ഡാമേജ്. ഡബിൾ ടൈം പെർമനൻറ്റ് ഹെഡ് ഡാമേജ് ആക്കണമെന്ന് പറഞ്ഞാൽ ആക്കും. പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടം, നമ്മുടെ ശബ്ദം കേൾക്കാൻ കർത്താവിന് ഇഷ്ടമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ കർത്താവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞത്, ചോദിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുന്ന ഏവൻ ലഭിക്കുന്നു. കർത്താവിന് ഇഷ്ടമാണ് നമ്മുടെ ശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞ് എന്നാൽ നമ്മുടെ ശബ്ദം കർത്താവിന് കേൾക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു വളർച്ച എത്തിക്കഴിയുമ്പോൾ എല്ലാ ദിവസവും ഐസ്ക്രീം ചോദിക്കുന്ന കൊച്ചിനെ പോലെ ആകരുത്. മനസ്സിലാവുന്ന പറഞ്ഞ മെച്യൂരിറ്റി ഇൻ പ്രെയർ ലൈഫ്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടാകാൻ ദൈവാത്മാവ് സഹായിക്കുമാറാകട്ടെ. Amen. That means, God does not want you to be in the same level every time in a baby Christian, but He wants you to go deeper. Say with me, deeper. Hallelujah. 42-ാം സംഗീതത്തിൽ ഒരു വാക്യമുണ്ട്, ആഴിയെ നോക്കുന്നു. ഡീപ്പ് സെർച്ചസ് ഡീപ്പ്. ഹല്ലേലൂയ. ആഴിയെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനാ മണ്ഡലങ്ങളുടെ ആഴത്തിൽ നിന്ന് ആഴങ്ങളെ അന്വേഷിക്കട്ടെ. ഹല്ലേലൂയ. ലഭിക്കുന്ന ആഴങ്ങൾക്കനുസരിച്ച്, വെളിപ്പാടനുസരിച്ച് അടുത്ത തലത്തിലേക്ക് കയറിയാൽ ആ തലമുറ വലിയത് ചെയ്യാൻ പോകുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ആ ലെവൽ വിട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ കാര്യം, എനിക്ക് വേണ്ടി എന്നുള്ള കാര്യം മാറി മറ്റുള്ളവർക്ക് വേണ്ടിയായി മാറി. പ്രേയിങ് ഫോർ അതേഴ്സ്. സേ വിത്ത് മീ, പ്രേ ഫോർ അതേഴ്സ്. എവരിബഡി സേ വിത്ത് മീ, പ്രേ ഫോർ അതേഴ്സ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രേ ഫോർ അതേഴ്സ്, പ്രേ ഫോർ അതേഴ്സ്. ഈ ബേബി ക്രിസ്ത്യൻ മാറി കുറച്ച് ലെവലാകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയോ, 13-14 ഇയേഴ്സ് ആവുന്ന ഈ ടീനേജ് പിള്ളേർ മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അവർ കൂടുതലും അറിയേണ്ട മറ്റുള്ള കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഹല്ലേലൂയ. നമ്മളിപ്പോഴും ടീനേജിലായിട്ടേ ഉള്ളൂ കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ ഫോർ അതേഴ്സ്. ഇതിനാണ് നമ്മൾ ഇൻറ്റർസെസറി പ്രെയർ എന്ന് പറയുന്നത്. മെനി പീപ്പിൾ തിങ്ക് ടുഡേ ഇൻ ദ ചർച്ച്, സ്പെഷ്യലി പെന്തക്കോസ്റ്റൽ ചർച്ചസ്, ദേ തിങ്ക് ഇൻറ്റർസെസറി ഈസ് അൺനെസസറി. എന്തിനാ അതിനൊക്കെ നടക്കുന്നത്? നീ പോയൊന്നും വേണ്ട കൊച്ചേ, നീ ഇപ്പം ജോലിക്ക് വേണ്ടി വന്നല്ലോ, ചേച്ചി കാരണം ഉറങ്ങും നീ. ഇപ്പം മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥന എന്താ കിട്ടാനാ? നമുക്ക് വേണ്ടെല്ലാം കിട്ടിയില്ലേ? ഇത് വാ തുറന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്പഷ്ടമായിട്ട് പറയത്തൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ സ്പഷ്ടമായിട്ട് അങ്ങനെ പറയത്തില്ല.
പക്ഷെ അതിന് വേറെ രീതിയിലാണ് പറയുന്നത്. നമുക്ക് സമയമില്ല, അവർ നമ്മളെ വിളിച്ച് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അയ്യോ, ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്ന സാധനം ചൂടപ്പം പോലെ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോടൊന്നും തോന്നരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നതെല്ലാം പറഞ്ഞേ പറ്റൂ. അപ്പോൾ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പ്രേ ഫോർ അതേഴ്സ്, ഇൻ്റർസെഷൻ. ഞാൻ ഈ വളരെ വേഗത്തിൽ പോകാം. നമുക്കറിയാം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോഴേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കള്ളപ്രവാചകന്മാരുണ്ട്, കള്ള പാസ്റ്റേഴ്സുണ്ട്. എന്ന് പറഞ്ഞാൽ ഷെപ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതൊക്കെ വായിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ കാരണം മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറയാം, നമ്മളതൊന്നും അല്ല നടക്കുക. പക്ഷേ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, എനിക്ക് തോന്നുന്നത് 30-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഒരുത്തനെ അന്വേഷിക്കുകയാണ് ഇടിവിലൊന്നിക്കാനായിട്ട്. ഒരുത്തനെ അന്വേഷിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സെർച്ചസ് ദ ഡീപ്പസ്റ്റ് തിങ്സ് ഓഫ് യുവർ ഹാർട്ട്. അതാണ് 1 Corinthians നമ്മൾ വായിക്കുന്നത്. ഹീ ഈസ് സെർച്ചിങ് ഇൻ യുവർ ഹാർട്ട്സ് സോ ദാറ്റ് ഹീ വിൽ സെർച്ച് അറ്റ്ലീസ്റ്റ് ടു ഗെറ്റ് വൺ പേഴ്സൺ, വെദർ യു ആർ എ ലിറ്റിൽ ഓർ ബിഗ്. നിങ്ങൾ വയസ്സ് എന്ന ആളാണെങ്കിലും വയസ്സ് കുറഞ്ഞ ആളാണെങ്കിലും ദൈവത്തിനൊരു മാറ്ററേ അല്ല. ആ ഒരു വ്യക്തിയെ കർത്താവ് സെർച്ച് ചെയ്യുകയാണ്. ഒറ്റ വ്യക്തി മതി. സ്വത്രം. പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ അവർ പിടിച്ചുകൊണ്ട് പോയി കേട്ടോ. ഒരു ദാനിയേലിനെയും ഒരു ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ മാത്രം അല്ല പിടിച്ചോണ്ട് പോയെന്ന്. ലൂൻ്റെ കൊണ്ടോ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് പിടിച്ചോണ്ട് പോയത്. ഹല്ലേലൂയ. കൂടെ സെദക്കിയാവിനെയും കൊണ്ട് രാജാവിനെയും കൊണ്ടുപോയി, സെദക്കിയാവിനെ ഉൾപ്പെടെ കൊണ്ടുപോയി. സ്വത്രം. പിന്നെ ഈ സെദക്കിയാവിനൊന്നും പേരാൾ പോലും കേൾക്കാനില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ചൊണക്കുട്ടപ്പന്മാരച്ച ചെറുപ്പക്കാർ, ഈ പിള്ളേരെ പോലുള്ള കൊച്ചുങ്ങൾ പറഞ്ഞ് കാര്യമൊക്കെ ശരിയാണെങ്കിലും നിന്റെ സാധനവും ഞങ്ങൾക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരറിയപ്പെടാൻ കാരണമുണ്ട്. അവർ 3 നേരവും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടിയല്ല, പ്രവാസത്തിൽ കടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങി. Praise ye the Lord. Praise ye the Lord. Praise ye the Lord. ദൈവം ഒരാളെ അന്വേഷിക്കുക, അതിനകത്ത് ഒരുത്തനെ കിട്ടി കർത്താവിന്. അവൻ്റെ പേര് ദാനിയേൽ. ഇത് എഗസ്കേലിനോട് ദൈവം ചോദിക്കുക, ഞാൻ ഒരുത്തനെ അന്വേഷിക്കുന്നു. എഗസ്കേൽ പറയുക, ഞാനുണ്ട് കർത്താവേ. യെശയ്യാവിനെ നോക്കിയിട്ട് സ്വർഗം തുറന്നപ്പോൾ ചോദിക്കുക, ഞാൻ ആരെ അയക്കേണ്ടു? ഹൃദയം തടിപ്പുള്ള നാവും ഹൃദയം കഠിനപ്പെട്ട ഒരു തലമുറ നിൽക്കുകയാ. പക്ഷെ ആരെങ്കിലും പോകുമോ അങ്ങനെയുള്ള സഭയിലേക്ക്? പക്ഷേ യെശയ്യാവ് പറയുക, ഹിയർ ഐ ആം, സെൻഡ് മീ ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുക, പ്രാർത്ഥന ഒരു കോളിംഗ് ആണ്. പ്രാർത്ഥന നിന്റെ ഒരു വിളിയാണ്. ഇന്ന് പകൽ നീ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ അടുത്ത തലത്തിലേക്ക് നീ കയറാൻ തുടങ്ങും. നിന്റെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിലും, നിന്റെ ആവലാതികൾക്കൊരു മറുപടി ഇല്ലെങ്കിലും, സ്തോത്രം, നീ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. താങ്ക് യു ജീസസ്. എന്താണ് എന്ന് പറഞ്ഞാൽ, യു സ്റ്റാർട്ടഡ് ടു ക്യാരി അതേഴ്സ് ബർഡൻ. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കാൻ നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സപ്ലിക്കേഷൻ പ്രെയർ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ പറയുന്ന പ്രെയർ, ദൈവവുമായൊരു ബന്ധത്തിലേക്ക് നമുക്ക് എത്തും. പക്ഷേ രണ്ടാമത്തെ പ്രെയർ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഇൻറ്റിമസിയിലേക്ക് എത്തി ദൈവത്തിൻ്റെ ഹൃദയം തിരിച്ചറിയാൻ നിനക്ക് മനസ്സിലാകും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എത്ര പേർ റെഡിയാകും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ മാത്രമല്ല കൂടെ ഉള്ളത്, ഞാൻ മാത്രമേ ഉള്ളൂ വിചാരിക്കൽ. ഒരാളെ കർത്താവ് സെർച്ച് ചെയ്ത് നീ പറഞ്ഞാൽ, സൈൻ ചെയ്താൽ, ഇഫ് യു ലോഗിൻ ഇൻ ടു ദാറ്റ് പ്ലേസ്, ഐ ടെൽ യു വൺ തിങ്, ജീസസ് ഓൾസോ ദെയർ. ആ വാക്യം ഒന്ന് കാണിച്ച റോമർ 8:34. റോമർ 8:34. താങ്ക് യു ജീസസ്. റോമർ 8:34 വേഗം വായിച്ചാട്ട്. എന്റെ യേശു മരിച്ചവനായിരുന്നു ഒരിക്കൽ, പക്ഷെ അവൻ മരിച്ചത് ഉയർത്തെഴുന്നേറ്റം എന്താ ചെയ്യുന്നത്? ഇപ്പം പറഞ്ഞു, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും
നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ രീതിയിൽ നീ ഒറ്റപ്പെട്ടേക്കാം, കാരണം വേറെ ആരും കാണത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നിന്നോടൊപ്പം ഒരുത്തൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ്റെ പേരാണ് യേശു. സ്വത്രം. ഇന്റർസെസറി പ്രേയറിന് ആളുകൾ കുറയും, സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആൾ കുറയും, കാരണം അവർക്ക് ഇപ്പോഴും ബേബി ക്രിസ്ത്യൻ ആയിരുന്നാൽ മതി. പക്ഷെ നീ ഒന്ന് മെച്ചുറാകാൻ, ഒന്ന് ആദ്യ പാഠങ്ങൾ വിട്ട് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് പറയും, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് പ്രാർത്ഥിക്കാൻ. ഉണ്ടോ? പ്രൈസ് ഗോഡ്. എല്ലാവരും are you with me? Hallelujah. ഒന്നുകൂടെ പറഞ്ഞാൽ, every time when you intercede for somebody else, every time when you take burden of others, you are joining and partnering with Christ. എപ്പോഴൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവോ, നിങ്ങൾ കർത്താവുമായി പാർട്ട്ണർഷിപ്പ് വരാൻ പോവുകയാണ്. How many want that kind of life in your lives? പ്രാർത്ഥന ചുമ്മാതെ ഒരു ബെഗിങ് സ്റ്റോറി അല്ലെന്നേ. എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ചിന്തിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ മുറി ചെല്ലുക, ബെഗ് ചെയ്യുക. ബെഗിങ് അല്ല പ്രാർത്ഥന. കർത്താവുമായി നീ പാർട്ട്ണർഷിപ്പിൽ വരികയാണ്. എൻ്റെ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് പക്ഷപാതം ചെയ്യുമ്പോൾ നീ പറയുക, യേശുവേ നീ ഒറ്റയ്ക്കല്ല, ഞാനും നിന്റെ കൂടെ. Hey, how many of you understood this? Hey, I think Holy Spirit is moving in this place. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുക. ചിൽഡ്രൻ, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശു കർത്താവ് കൂടെയുണ്ട്. അവൻ നിന്നോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എന്ത് പ്രാർത്ഥിക്കുന്നു അതാ നീ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അവൻ്റെ ആദരങ്ങൾ നിന്റെ ആദരങ്ങളാകാൻ പോകുക, അവൻ്റെ ചിന്തകൾ നിന്റെ ചിന്തകളാകാൻ പോകുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുക. അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കുമ്പോൾ ദൈവീയ ഉണർവ് ഈ തലമുറയിൽ വീഴാൻ പോകുക. Hallelujah. It may cost you. നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ it will cost you. പക്ഷേ you are partnering with Christ. അതാണ് ക്രൈസ്റ്റ് അംബാസിഡർ എന്ന് പറഞ്ഞ അർത്ഥം. ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ ക്രൈസ്റ്റിന്റെ പദ്ധതികൾ, അവന്റെ ജോലികൾ നീ ഷെയർ ചെയ്യുകയാണ്. Thank you Jesus. Hallelujah. പക്ഷെ ഇതിനകത്ത് വേറൊരു വെളിപ്പാടുണ്ടോ, ഭയങ്കര റിവാർഡുണ്ട് കേട്ടോ. ആദ്യത്തെ റിവാർഡ്, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു, സന്തോഷം, നിങ്ങൾക്ക് സമാധാനം കിട്ടി, അത്രയേ ഉള്ളൂ. രണ്ടാമത്തൊരു സംഭവമുണ്ട്. നീ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ there is a mystery, there is ഒരു നിഗൂഢതയുണ്ട്, ഒരു സത്യം ഒളിഞ്ഞിടപ്പുണ്ട്. നീ നിന്റെ കാര്യം പ്രാർത്ഥിക്കാതെ നിനക്ക് വേണ്ടി കവർ ചെയ്യുന്ന ഒരു തലം വെളിപ്പെട്ട് വരും. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ത് നിനക്കറിയത്തില്ലെങ്കിലും നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. എനിക്കങ്ങനെ അറിയാം. ഞാനിവിടെ വന്നപ്പോൾ ആ ഒരു ഗ്രീൻ കളർ യെല്ലോ കളറിലെ സാധനം ഞാൻ വായിച്ചു. ഇയ്യോബിനെ കുറിച്ചൊരു സ്റ്റോറിയാണ്. അവസാനം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, റെഡ് കളർ അവസാനം എഴുതിയിട്ടുണ്ട്, ഇയ്യോബിന് ആദ്യം ഉണ്ടായിരുന്ന എത്ര ആടുകളാണ്, അവസാനം എത്ര കിട്ടിയത്. ആദ്യം എത്ര ഉണ്ടായിരുന്നു, അവസാനം എത്ര കിട്ടി. ആ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ജോബ് പ്രേയ്ഡ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് ഡബിൾ കിട്ടുമെന്ന് ചിന്തിച്ചില്ല. പക്ഷേ അവൻ്റെ ഉള്ളത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവൻ വില കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, വേദപുസ്തകം വിളിച്ചു പറയുന്നു, അവന് മുന്നത്തേലും അവൻ ഡബിളായി ലഭിച്ചു. ഹല്ലേലൂയ. ചില ചിന്തിക്കും, ആ തലമുറ എന്തുകൊണ്ടാ നന്നായി ഷൈൻ ചെയ്യുന്നത്? ഒരു തലമുറയിൽ ഒന്നുമില്ലാത്തപ്പോഴും അവരുടെ സ്വന്തം ഗുണം നോക്കാതെ, സ്വയകാര്യം നോക്കാതെ കർത്താവിന് വേണ്ടി ഓടിയപ്പോൾ അടുത്ത തലമുറ നന്മകൾ പ്രാപിച്ചതിന്റെ കാരണമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇതിനകത്ത് അവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു രഹസ്യം വെളിപ്പെട്ടു വന്നു. Hallelujah. ഭയങ്കര ദൈവീയ വെളിപ്പാട്. Praise God. Amen. Every time when you pray, you risk yourself to also receive double reward. മനസ്സിലായി പറഞ്ഞ? പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പ്രൈസ് ഗോഡ് നമ്മളുടെ ആത്മാക്കൾ ജനിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. നമ്മൾ മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരുടെ നന്മകൾ വെളിപ്പെട്ട് വരിക മാത്രമല്ല, നമുക്കും നന്മകൾ വെളിപ്പെട്ട് വരും. പ്രൈസ് ഗോഡ്. മൺഡേ മുതൽ ശനിയാഴ്ച വരെ പ്രാർത്ഥിക്കാനാണ്
ഇപ്പം നമ്മളൊരാൾ പ്രാർത്ഥനാ വിഷയം എഴുന്നേൽക്കുമ്പോഴേ അവൾ എഴുന്നേൽക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോരാ അല്ലെ. കാരണം നമ്മളിപ്പോഴും ബേബി ക്രിസ്ത്യനാ. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. വേറെ ആളുടെ കാര്യങ്ങൾ കേൾക്കുന്നത് പോലും അരോചകത്വമായി മാറി. ഹലോ, എല്ലാവരും ഉണ്ടോ കൂടെ? എല്ലാവരുടെ കൂടെ ഉണ്ടോ? അമൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആരെയോ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യോഹന്നാൻ്റെ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു. യേശു അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം. എന്നിട്ട് യേശു കർത്താവ് ഒരു കഥ പറഞ്ഞു കൊടുത്തു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അതിനകത്ത് അവൻ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് വേണ്ടി പോയി 3 അപ്പം അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കടന്നുറങ്ങുകയാണ്, അർദ്ധരാത്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സാധ്യതയുമില്ല. പക്ഷേ ഈ സാധ്യതയില്ലാത്ത സ്ഥലത്ത് ഈ സഹോദരൻ വീണ്ടും മുട്ടിക്കൊണ്ടേയിരുന്നു. വേദപുസ്തകം പറയുന്നു, അവന് എഴുന്നേറ്റ് അവന് വേണ്ടുവോളം, അടുത്ത വാക്യം വേറെ വേർഷൻ ഇങ്ങനെ പറയുന്നത്, അവൻ ചോദിച്ചതിലും അപ്പുറമായി കൊടുക്കുകയാണ്. കൊണ്ടോ? പ്രൈസ് ഗോഡ്. എല്ലാവരും കൊണ്ടോ? പ്രൈസ് ഗോഡ്. ഒന്ന് പറഞ്ഞാൽ വേദപുസ്തകം യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ മനസ്സിലാക്കിയത്, മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ നിനക്ക് വേണ്ടി നീ ഒന്നും ചോദിക്കണ്ട. നിന്റെ വീട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗം നിനക്ക് വേണ്ടി സ്വർഗത്തിലെ കലവറ തുറക്കപ്പെടും. ഇന്ന് രാത്രി ഈ ഒരു സീക്രട്ട് തിരിച്ചറിയാൻ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറന്നുപോകും. We will start praying for others. ആമേൻ. ഇത് വെളിപ്പെട്ട് വന്നാൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനൊരു ഡയറി ഉണ്ടാകും. ആമേൻ. നിങ്ങൾ പ്രെയർ ജേർണൽ എഴുതാൻ തുടങ്ങും. ആമേൻ. ഓരോരുത്തരെ പേര് എഴുതി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആമേൻ. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരെഴുതും, കർത്താവ് ഇന്ന അച്ചായ നടുവേദനയാ, ഞാൻ എഴുതി വെക്കും. ഇന്ന ആളുകളുടെ ജോലിക്ക് പ്രൊമോഷൻ ആവശ്യം നീ എഴുതി വെക്കും. കാരണം നിനക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഞാൻ മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥന തുടങ്ങിയാൽ സ്വർഗം എനിക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്. Young people, you have a lot of dreams and people keep talk about the great future, glorious future, but I tell you the glorious future depends upon you, how you are going to care others through prayer. Start your prayer life and buy a prayer journal in your lives. എല്ലാ കുഞ്ഞുങ്ങളും വീട്ടിൽ പോയിട്ട് അപ്പോഴും നമ്മൾ പറയണം, എനിക്കൊരു ഡയറി വാങ്ങിച്ചു തരാൻ പറയണം. എന്തിനാണെന്ന് ചോദിച്ചാൽ പറയണം, എനിക്ക് പ്രാർത്ഥന എഴുതാമെന്ന് പറയണം. അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ മാത്രം എഴുതരുത്. എഴുതിക്കോ കേട്ടോ, കുഴപ്പമില്ല. കാരണം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ സ്റ്റാർട്ട് പ്രേയിങ് ഫോർ അതേഴ്സ്. താങ്ക് യു ജീസസ്. എത്ര പേർക്ക് ഈ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേര് കഴിഞ്ഞ നാളുകളിൽ ഈ സെക്കൻഡ് ലെവൽ നിന്നിട്ട് താഴോട്ട് പോയവരുണ്ട്? പറ, കർത്താവ് ഇന്ന് രാത്രി എന്നെ സെയിൻ ചെയ്യാൻ സഹായിക്കണമേ. റോമോഖോ റിമിഖിൻഡിയ റബോഖോന്തോ മോസി ബെൽഖുർ മുഹുത്തോനോ ഹുൽബിറ്റഗ ശബല ഹതുനഗജസി. Hallelujah. Hallelujah. Amen. ഒന്നുകൂടെ പറഞ്ഞാൽ, when you pray for others, there will be breakthrough happens in your home. If you are going through the poverty, if you are going through the curses, if you are going through generational problems, you are going through the assignments of the demonic attacks, you are going to the assignments of the demonic patterns, you start praying for somebody else. ചിലർ, ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്ന ചിലർ എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ 2 നേരം കഴിഞ്ഞ പിന്നെ അടിയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നവർ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയാണ്. Hallelujah. Every assignments that demons have kept in your home, in your family life, Holy Spirit is very clearly saying today, പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു. ചിലരുടെ വീടുകളിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കോറൽസ്, വഴക്ക്, കുഞ്ഞുങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ല കേട്ടോ. പിശാചും അവൻ്റെ സൈന്യം നിനക്കെതിരായി ചില അസൈൻമെൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് പൊട്ടിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തയ്യാറുണ്ട്. അത് എങ്ങനെ സംഭവിക്കുന്നറിയാമോ? You find out and search people to whom those who are having the same problem, ഇതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ചിലരെ കണ്ടെത്തിയിട്ട് അവിടെ ഇങ്ങനെയാ ഇവിടെ ഇങ്ങനെയാന്ന് പറയില്ല. ചില ആളുകൊണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം പറയാം, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാ വീട്ടിലും എന്ന് വെച്ചാൽ അവരെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് ഈ പുള്ളി കണ്ടുപിടിച്ച് മനസ്സിലാ പറഞ്ഞേ. എന്താ പറയുക,
പ്രാർത്ഥന വലിയ ഗുണമില്ല. പക്ഷെ കർത്താവ് നിന്നെ അതേപോലുള്ള വേറൊരാളെ കാണിച്ച് തന്ന് എന്താ അറിയാമോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാനാ, നിന്റെ വിടുതലിന് വേണ്ടിയാണത്. ഹലോ 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 ആർ യു വിത്ത് മീ? ഓ ഗോഡ്, ഹോളി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ സഭയുടെ ഹിസ്റ്ററിയിൽ തന്നെ മാറ്റം വരുത്താൻ പോകുകയാണ്. ചില പ്രാർത്ഥിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേറ്റിട്ട് കുവൈറ്റിനെ നേടാൻ ദൈവം ചില എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഓ രാമാന ശന്തന, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവോട് പറഞ്ഞ കാര്യം ഏറ്റെടുത്ത് തുടങ്ങിയാൽ നിന്റെ തലമുറ they are not going to be the same. അവർ അതേപോലെ ആയിരിക്കത്തില്ല. അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. അവരുടെ സ്വഭാവം ആൾ മാറിയതുപോലെ മാറാൻ പോകുകയാണ്. മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. Thank you, Jesus. Hallelujah. 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 നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ we become a vessel of God, He to release His healing or deliverance for many people, so that you also receive the deliverance, they also receive the deliverance. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു പാനപാത്രമായി മാറിയിട്ട് ദൈവത്തിൻ്റെ വിടുതലുകൾ അയക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായി മാറിയിട്ട് ആ വിടുതൽ നിനക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ആകാൻ പോകുകയാണ്. തയ്യാറുണ്ടോ? ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തൊക്കെ പ്രാർത്ഥിക്കും? ഒത്തിരി ഉണ്ട്, അതൊന്നും പറയാനുള്ള സമയമില്ല. വേദപുസ്തകം പറയുന്നത് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1 തിമോഥെയോസ് 2:1-4 വരെ വായിക്കുമ്പോൾ മറ്റുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റൂളേഴ്സിന് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിപ്പം വായിച്ച വാക്യമുണ്ട്, എഫേസ്യ ലേഖനം 6:18 വായിക്കുന്നു, പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ വചനം പറയുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ, നിങ്ങൾ ദൈവദാസന്മാർ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. I'm telling you. I'm speaking with evidences in the mighty name of Jesus. Hallelujah. വേദപുസ്തകം ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിപ്പാനുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ എഴുതി വെക്കണം, എന്താണ് ഞാൻ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ദൈവം എന്നോട് പറയുന്നത്. സ്റ്റാർട്ട് praying, be faithful. എന്താണ് നമ്മൾ വായിച്ചത്? Pray continuously, pray without ceasing. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, നിർത്താതെ പ്രാർത്ഥിപ്പീൻ മറ്റുള്ളവർക്ക് വേണ്ടി. താങ്ക് യു ജീസസ്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്, ദൈവ പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഹൗ മെനി ഓഫ് യു സേ ടുഡേ, ലോർഡ് മേക്ക് മീ ആൻ ഇന്റർസെസർ? എത്ര പേര് ഇന്ന് പറയും, കർത്താവേ എന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയാക്കി മാറ്റണമേ? എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ 7 ലെവലുകൾ സംസാരിക്കാൻ. പക്ഷേ എന്നോട് ദൈവം ഇടപെടുന്നു, ഒരെണ്ണോടെ പറഞ്ഞ് നിർത്തും. പക്ഷേ ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയാം. സ്തോത്രം, നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കോളിംഗ് ഇന്ന് പകൽ എൻ്റെ മേൽ വീഴുന്നു എന്ന് ബോധ്യമുള്ളവർക്കായി കർത്താവിനെ സ്തുതിക്കുക. ഇതിന് പ്രത്യേകിച്ച് കോളിംഗ് ഒന്നും വേണ്ട. ഒന്ന് പാലുകൂടി മാറിയാൽ മതി, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? ചൈൽഡ് ക്രിസ്ത്യൻ മാറി മെച്ചുവറായാൽ മതി. നിപ്പിളും കുപ്പിയൊന്നും മാറി താഴെ വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ പരിപാടി. വയസ്സ് 18 ആയെങ്കിലും 40 ആയെങ്കിലും 50 ആയെങ്കിലും ആരാധനയ്ക്ക് വർഷങ്ങളായി വരുന്നെങ്കിലും ഇപ്പോഴും ഈ നിപ്പിളും കുപ്പിയും മാറ്റിയിട്ടില്ല. ആത്മാവിൽ കാണുന്ന വെളിപ്പാടിൽ ഞാൻ സംസാരിക്കുന്നത്. ഇതൊന്ന് മാറ്റാൻ തയ്യാറുണ്ടോ? അതൊന്ന് മാറ്റിയിട്ട് പറ, ഞാൻ തന്നെത്താൻ എൻ്റെ കാര്യം ചെയ്യാൻ പോവുകയാണ്. കർത്താവ് എനിക്കുണ്ട്, എൻ്റെ അപ്പൻ എനിക്കുണ്ടല്ലോ, പിന്നെന്തിനാ അവൻ്റെ അടുത്ത് ഞാൻ ബെഗ് ചെയ്യുന്നത്? എൻ്റെ അപ്പൻ ഒരു ബില്യനെയർ ആണെങ്കിൽ ഞാൻ 5 രൂപയുടെ ചോക്ലേറ്റിന് പോയിട്ട് കിടന്ന് ബെഗ് ചെയ്യണമെന്ന്? എൻ്റെ അപ്പനെ കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായത് ആരുടെ മകനാണ് ഞാൻ ആയതെന്ന് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് മാറ്റിവെക്കും. പിന്നെന്ത് ചെയ്യും? എൻ്റെ അപ്പൻ്റെ ബിസിനസ്സിൽ ഏർപ്പെടും. ഇതിലുണ്ടോ കൂടെ? എൻ്റെ അപ്പൻ്റെ ബിസിനസ് എന്ന് അറിയാമോ? അവൻ ആരും നശിച്ചു പോകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു.
അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ കാലത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ അപ്പം എന്ന് രാവിലെ ഇതിൻ്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് 5 പിള്ളേരെയും പൂർണ്ണ സമയം ദൈവത്തിലേക്ക് വിടണമെന്നാണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് കലി വരുമായിരുന്നു അന്ന്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ തന്നെ ആമ്പിളല്ല ആദ്യം പൂർണ്ണ സമയത്ത് ദൈവത്തിലേക്ക് ഇറങ്ങി. കാരണമുണ്ട്, അവരുടെ പ്രാർത്ഥന സിൻസിയർ പ്രെയറാണ്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ്. ആമേൻ, സ്തോത്രം. ഇടയ്ക്കിടയ്ക്കൊരു ക്യാമ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്ന് മകളെ എന്ന് പറയുമ്പോൾ എൻ്റെ മോനെ ഞാൻ സുവിശേഷ വേലയ്ക്കാണ് എന്ന് സൂത്രത്തിൽ പറയുന്നതല്ല ഇതിനെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ പറ, കർത്താവേ ബ്രേക്ക് മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തെ ഉടയ്ക്ക എന്ന് പറ. കുറേ കാലമായി ഞാൻ ഈ ബേബി ക്രിസ്ത്യനായി ജീവിക്കുകയാണ്. എൻ്റെ ആവശ്യങ്ങളും എൻ്റെ അപേക്ഷകളും എൻ്റെ ആവലാദികളും പറഞ്ഞ് ആരാധനയ്ക്ക് വന്ന് എൻ്റെ ഇമോഷണൽ വികാരത്തിനൊരു സമാധാനം ലഭിച്ച് ഞാൻ മടങ്ങിപ്പോകുകയാണ്. എനിക്കതൊന്ന് മാറണം. I want to change my life. എത്ര പേരിനോട് ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കും? അങ്ങനെ ഞാൻ നിങ്ങളോടൊപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കേട്ടോ. I really want to be a true intercessor every day in my life because the word of God says pray continuously. ഒരു ദിവസം പ്രസംഗിക്കുമ്പോൾ തീരുന്ന അല്ല ഇത്. കൊണ്ടോ ഒരു ദിവസം പ്രസംഗിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാത്ത എന്തോ ഞാൻ പറഞ്ഞു എന്ന് തീരുന്നതല്ല ഇത്. ഇത് ഓരോ ദിവസവും നമ്മെ ഉടയ്ക്കുന്ന ഒന്നാണ്. എത്ര പേര് കർത്താവേ ബ്രേക്ക് മൈ ഹാർട്ട്? കുഞ്ഞുങ്ങളെ ഇന്ന് പകൽ പറ, അമേൻ അമേൻ. സ്വന്തം കാര്യം പറഞ്ഞ് മടുത്ത് മതി. ആവശ്യമെല്ലാം ഇല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് ധരിക്കാനുള്ള ആ വസ്ത്രങ്ങളെല്ലാം ഇല്ലേ? നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യമില്ലേ? പറ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഹൃദയത്തെ ഉടയ്ക്ക എന്ന് പറ. Somebody say with me, break my heart. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ആരെങ്കിലും പറഞ്ഞാട്ട്, കർത്താവ് എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉടയ്ക്കണമേ. പറ, ബ്രേക്ക് മൈ ഹാർട്ട് ദാറ്റ് യുവർ ഹാർട്ട് ബ്രേക്സ്. നിന്റെ ഹൃദയത്തെ ഉടയ്ക്കുന്നതെല്ലാം എൻ്റെ ഹൃദയത്തെ ഉടയ്ക്കട്ടെ. കർത്താവേ, യൂസ് മീ ആസ് എ വെസൽ, blessing to many through intercession. അനേകരെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എന്നെ ഒരു അനുഗ്രഹ പാത്രമാക്കണമെന്ന് എത്ര പേര് ഇന്ന് പകൽ പ്രാർത്ഥിക്കും? അങ്ങനെ പറഞ്ഞാട്ട്, ലോർഡ് ടേക്ക് മീ ഇൻ ടു എ ഡീപ്പർ പ്രെയർ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ടേക്ക് മീ ഇൻ ടു ഡീപ്പർ. എല്ലാവരും ചേർന്ന് ടേക്ക് മീ ഇൻ ടു ഡീപ്പർ. മടുത്തോ ഇല്ലല്ലോ? ഒന്ന് പറഞ്ഞേ, ടേക്ക് മീ ഇൻ ടു ഡീപ്പർ. നിങ്ങൾക്ക് മടുക്കുമ്പോഴേ ഞാൻ നിർത്തും കേട്ടോ, കാരണം ഒത്തിരി പറയുന്നതിൽ കാര്യമില്ല. ഓക്കെ, ടേക്ക് മീ ഇൻ ടു ഡീപ്പർ. പറഞ്ഞേ, ടേക്ക് മീ ഇൻ ടു ഡീപ്പർ, ടേക്ക് മീ ഇൻ ടു ഡീപ്പർ. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ടേക്ക് മീ ഇൻ ടു ഡീപ്പർ. കർത്താവേ, എന്നെ പ്രാർത്ഥനയിൽ ആഴത്തിലേക്ക് ഇറക്കണം എന്ന് പറഞ്ഞേ. ഉറക്കെന്ന് പറഞ്ഞേ. അയ്യോ കർത്താവ്, വാൻ തുറന്ന് പറഞ്ഞേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാ തുറക്കണ്ടേ? ഓക്കെ, ആമേൻ. എന്നെ പ്രാർത്ഥനയിൽ ആഴത്തിലേക്ക് ഇറക്കണമേ. നമ്മൾ ഇങ്ങനെ ആത്മാവിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മൾ അവിടെ അവസാനിപ്പിക്കത്തില്ല. പരിശുദ്ധാത്മ നമ്മെ അടുത്ത ലെവലിലേക്ക് അയറ്റും. എന്തെന്നറിയാമോ? ഒരിക്കൽ സ്തോത്രം, പിശാചിൻ്റെ കൈക്കകത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ പിന്നെ ആക്കുന്നതറിയാമോ? ഒരു വലിയ പോരാളിയാക്കി മാറ്റും, ഒരു യുദ്ധക്കാരനാക്കി മാറ്റും. സാധാരണ പ്രാർത്ഥനയല്ല, പിന്നെ ഒരു പ്രെയർ വാരിയറാക്കി മാറ്റും. ഇതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. ഒരു പ്രെയർ വാരിയറാകാൻ വേണ്ടി അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ വായിക്കുകയാണ്. ഒടുവിൽ നിങ്ങൾ കർത്താവിലും അവൻ്റെ അമിതത്തിലും എടുക്കണം. ആരും വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. നമുക്കെല്ലാം അറിയാമല്ലോ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതത്തിലും ശക്തിപ്പെടും. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പം നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവരുടെ പ്രശ്നം അവരുടെ അമ്മായിമ്മയല്ലെന്ന് മനസ്സിലായി. എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈ വെളിപ്പാട് കിട്ടത്തില്ല. ഈ വെളിപ്പാട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബേബി ക്രിസ്ത്യൻ മാറി കുറച്ചൊരു
ടീനേജ് ക്രിസ്ത്യനായി മാറണം. അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മളൊരു യങ്ങായി മാറുകയാണ്. നമ്മൾ മനസ്സിലായൊരു യങ് സോൾജിയർ ആവുകയാണ്. ആത്മാവിൽ നമ്മൾ 6 പാക്കായി മാറും. ഇൻസൈഡ് നമ്മൾ ഒരു ആത്മീയ പോരാളി നമ്മുടെ അകത്ത് കയറും, എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ പറയും, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇതിന് കാരണം ആ അമ്മായിമ്മയല്ല, ഇതിന് കാരണം ആ അമ്മായിപ്പനല്ല, ഇതിന് കാരണം ആ ഡോക്ടറിലോ അല്ല, മരുമോളല്ല, ഇതിന് കാരണം ആ മരുമകനല്ല, ഇതിന് കാരണം ആ മകനല്ല, ഇതിന് കാരണം ആ അപ്പനല്ല, ഇതിന് കാരണം ഇതിൻ്റെ പുറകിൽ വ്യാപരിച്ച എൻ്റെ അപ്പൻ്റെ ശത്രു ആ ദുർവ്യാപാര ശക്തിയാണ്. അല്ലെ, എൻ്റെ കൊണ്ടോ ഞാൻ നിങ്ങളെ പ്രാർത്ഥനാ മണ്ഡലങ്ങളിലേക്ക് കയറ്റി വിടാൻ പോവുകയാണ്. ഓരോ ലെവലിലേക്ക് സമയം കിട്ടിയാൽ നമുക്ക് അടുത്ത സമയം വരും, ബാക്കി ഞാൻ പറയാം, നിങ്ങൾ ഓർപ്പിച്ച് ഞാൻ പറയാം, നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം വേറെ. പ്രൈസ് ഗോഡ്. ഒത്തിരി കേൾക്കുന്നതിൽ കാര്യമില്ലല്ലോ, ഉള്ളതിലേക്ക് നമ്മൾ കയറാം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമുക്ക് അടുത്ത യുദ്ധമുള്ളത് ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ഇവനാരാണ്? എൻ്റെ അപ്പൻ്റെ ശത്രുവാണ്. അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ദൈവമക്കളായി. അന്ന് കൊച്ചു കുഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ആത്മാവിൽ വളർന്നപ്പോൾ എൻ്റെ അപ്പൻ മനസ്സിലാക്കി തന്നു, മോനെ, നമ്മുടെ ശത്രു ആ പഴയ പാമ്പാകുന്ന പിശാച. അവൻ്റെ വ്യാപാര ശക്തികൾ, അവൻ്റെ അസൈൻഡ് ഡീമോണിക് ഫോഴ്സസ് ആർ അറ്റ് ദി എയർ. ദ ബേർഡ്സ് ആർ ദേർ. അല്ലേ, വചനം കേൾക്കുമ്പോൾ ആകാശത്തിലെ പറവകൾ ഉള്ളിൽ എടുത്തുകൊണ്ട് പോകുന്നു. വായിച്ചിട്ടില്ലേ? ആ പറവകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ പൈശാചിക വ്യാപാരമുണ്ട്. എൻ്റെ തലമുറ ഉടയ്ക്കുന്നത്, എൻ്റെ തലമുറയെ പ്രാർത്ഥിപ്പിക്കാതിരിക്കുന്നത്, എൻ്റെ കുടുംബത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാതിരിക്കുന്നത്, എൻ്റെ ദേശത്തെ ക്രിസ്തുവിലേക്ക് തിരിക്കാതിരിക്കുന്നത്, എൻ്റെ വീട്ടുകാർ രക്ഷിക്കപ്പെടാതിരിക്കുന്നത്, എൻ്റെ വീട്ടിൻ്റെ സഭയ്ക്കകത്ത് കലകമുണ്ടാക്കുന്നത്, ഐക്യത ഇല്ലാതാക്കുന്നത്, പ്രാർത്ഥിപ്പാൻ അനുവദിക്കാതിരിക്കുന്നത്, അത് ആരെന്നറിയാമോ? എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭർത്താവല്ല, എൻ്റെ കുഞ്ഞുങ്ങളല്ല. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, സ്തോത്രം, I have to fight against these forces. ഈ അധികാരങ്ങൾക്കെതിരായി, ഈ ശക്തികൾക്കെതിരായി ഞാൻ യുദ്ധം ചെയ്യണം. പ്രാർത്ഥന ലെവൽ മാറുന്നു കണ്ടോ? എത്രയൊക്കെ മനസ്സിലായി? പ്രൈസ് ഗോഡ്. അപ്പോൾ ബേബി പ്രേയർ നിന്ന് മാറി സ്തോത്രം, കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കർത്താവ് എന്നെ ട്രെയിൻ ചെയ്യുകയാണ്. കർത്താവ് പറയുകയാണ്, ഈ സാധാരണ പ്രാർത്ഥന നിർത്തിയിട്ട് ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഇരുൾ വ്യാപാരങ്ങളെ യുദ്ധം ചെയ്യുക. അതിനുള്ള ശക്തിനെ കൊണ്ട് എങ്ങനെയുണ്ട്? അതാ പറഞ്ഞത്, അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, രക്ഷ എന്ന ശിരസ്ത്രം. യോഹന്നാൻ 1:12 അല്ലേ? അവനെ കൈകൊണ്ട് നാമത്തിൽ വിശ്വസിക്കും ഞാൻ ദൈവമക്കളെ, രക്ഷ ശിരസ്ത്രം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമെന്ന ചെരുപ്പ്, ദൈവത്തിൻ്റെ വചനമെന്ന വാള്, വിശ്വാസം എന്ന പരിച ഞാൻ എടുക്കുകയാണ്. കാരണം ഇത് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനാ മുറി ഒരു യുദ്ധക്കളമായി മാറുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേശത്ത് നിന്നിലൂടെ വിടുതലുണ്ടാകാൻ പോകുകയാണ്. In other words, let me tell you, your prayer room is not a begging room, it's a war room. പ്രാർത്ഥന മുറി സ്തോത്രം ഒരു പിച്ചക്കാരൻ്റെ ഭിക്ഷയാചികളല്ല. പ്രാർത്ഥന റൂം നിന്റെ അപ്പന് വേണ്ടി യുദ്ധം ചെയ്യുന്ന റൂമുകളായി മാറണം. അങ്ങനെ കയറുമ്പോൾ നമ്മൾ പിന്നെ മറ്റുള്ളവരെ കുറ്റമൊന്നും പറയത്തില്ല. ഇന്നത്തെ പാസ്റ്ററിൻ്റെ പ്രസംഗം ശരിയായില്ലെന്ന് പറയാൻ പോകത്തില്ല. പിന്നെ നമ്മൾ പറയത്തില്ല, പുള്ളിയുടെ നോട്ടം കണ്ട് നോക്കത്തില്ല. കാരണം നമുക്കറിയാം, പുള്ളിയല്ല നോക്കിയത്, മറ്റവൻ പുള്ളിയെ കൊണ്ട് നോക്കിപ്പിച്ചതാ. ഹലോ, എല്ലാവരും ഉണ്ടോ? അപ്പോൾ this level of prayer is not against people, it's confronting the dark forces. അത് നമ്മളെക്കുറിച്ച് ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ പ്രശ്നം, നമ്മൾ ഇന്നും എവിടെയാണ്? നമ്മുടെ അപേക്ഷകളും ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്തോത്രം മാറി സ്തോത്രത്തിന് സോ എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. സോസിനെ കുറിച്ച് പറയുന്നതാണോ സൂസിയെ കുറിച്ച് പറഞ്ഞതെന്നൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകലൊന്ന് മാറാൻ പറ്റുമോ? CA people, all young people, we are Christ ambassadors. We are here to fight against the
dark forces. We are not here, with war against any leaders, any pastors, any husbands, any wives, any children, any in-laws. Hallelujah. We are, against the dark forces that standing against my daddy in heaven. റെഡിയാണോ? നമ്മുടെ കോമൺ എനിമി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ പിശാച് കുറേ ഡീമൺസിനെ അസൈൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഈ അസൈൻ ചെയ്ത അവൻ്റെ അസൈൻമെന്റ് ക്യാൻസൽ ചെയ്യുന്നതാണ് പ്രാർത്ഥന മുറി. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പറയും അസൈൻ ചെയ്യും, ഇതാ നിന്റെ പരിപാടി. ഹല്ലേലൂയ. അങ്ങനെ തയ്യാറുള്ളവർ ഇന്ന് രാത്രി ഒന്ന് തയ്യാറുള്ളവർ കൈ ഉയർത്താൻ പറ്റുമോ? ഒരുപക്ഷെ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ പോലും ഇതെനിക്ക് മനസ്സിലായി, എനിക്കൊരു മാറ്റം വരണം ആഗ്രഹമുള്ളവർ എന്ന് കൈ ഉയർത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൂന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ സ്തോത്രം, നമ്മൾ പൈശാചിക മേഖലകൾക്കെതിരായി എഴുന്നേൽക്കുകയാണ്. ജനത്തെ ഡിസ്ട്രോയ് ചെയ്യുന്ന, തകർക്കുന്ന, ജനത്തെ ചതിക്കുന്ന, ജനത്തെ സ്റ്റീൽ ചെയ്യുന്ന, മോഷ്ടിക്കുന്ന, ജനത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ജനത്തെ കൊല ചെയ്യുന്ന, ആത്മീയ നന്മകളെ ഡിലേ ചെയ്യുന്ന, താമസിപ്പിക്കുന്ന, ജനത്തെ കൺഫ്യൂസ് ചെയ്യുന്ന, ദൈവമാണോ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് കൺഫ്യൂസ് ചെയ്യുന്ന, ജനത്തെ ഒപ്രസ് ചെയ്യുന്ന, നമ്മളെ ടോണ്ടിച്ച് ചൊറിയുന്ന ഈ പൈശാചിക വ്യാപാരങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കുന്ന തലമുറ നിൽക്കട്ടെ. ഇന്നും പെന്തക്കോസ്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നില്ല, സാധനം കഴിഞ്ഞു, അന്നത്തെ കാലത്തേ ഉള്ളൂ, ഇന്ന് പരിശുദ്ധാത്മ പണ്ടത്തെ അത്ര വീര്യമൊന്നുമില്ല എന്ന് നിന്നെ കൊണ്ട് കൺഫ്യൂസ് ചെയ്ത് പറയിപ്പിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഇല്ലാതാക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾക്കെതിരായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന തലമുറയിൽ നിൽക്കട്ടെ. വേദപുസ്തകം പറയുകയാണ്, the Lord of this age, blinds unbelievers' heart, they not to come to the light of gospel. സുവിശേഷത്തിൻ്റെ വെളിച്ചം ജനത്തിൻ്റെ ഉള്ളത്തിൽ പതിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ദൈവം ജനത്തെ കുരുടാക്കുന്ന ആ ഡാർക്ക് ഫോഴ്സുകളെ നോക്കി പ്രാർത്ഥന മുറിയിൽ സംസാരിക്കുന്ന ഒരു തലമുറ ഇന്ന് പകൽ എഴുന്നേൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിർത്തുകയാണ്, കാരണം എന്നെ സമയം പോയെന്ന് തോന്നുന്നു. നിങ്ങൾക്കും ജോലി ചെയ്ത് രാവിലെ ക്ഷണിച്ച് വന്നവരുണ്ട്, രാവിലെ പോകേണ്ടവരുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ള സാഹചര്യങ്ങൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നവരുണ്ട്. എൻ്റെ ഉള്ള സമയങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് പറയാത്തവരുണ്ട്. ആ കൈ ഉയർത്തിയവരൊന്ന് കൈ ഉയർത്തിക്കേ. ആ കൈ ഉയർത്തിയെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. വേദപുസ്തകം പറയുകയാണ്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. Those who really are convinced by this message, please stand up right now. We are going to pray for you. കർത്താവിൻ്റെ മേൽ പകർന്ന ഈ അധികാരത്തിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലൂക്കോസ് 10-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്. ഈ 3-ാം ലെവലിൽ വന്നവർ ഇങ്ങനെ ചവിട്ടുക മാത്രമല്ല, അവർക്കൊരു ബോധ്യമുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വായിച്ചത്. എഴുന്നേറ്റ് നിന്നവർക്ക് വേണ്ടിയാണ് വായിച്ചത്. പിശാച് എന്ന് പറയുന്നത് അവനെ കൺഫ്യൂസ് ചെയ്യുന്നവനാണ്. അവനും കള്ളനാണ്, അവൻ്റെ അപ്പനും കള്ളനാണ്. വേദപുസ്തകം പറയുന്നത് അവൻ കൊല ചെയ്യുവാനും, the thief comes to kill and destroy. അങ്ങനെ അവൻ അറപ്പാനും മോഷ്ടിക്കാനും മുടിക്കാനുമാണ് വരുന്നത്. അവൻ്റെ പരിപാടി നിൻ്റെ പ്രാർത്ഥനാ ജീവിതം അവൻ മോഷ്ടിച്ച് കളയുക, നിൻ്റെ ആത്മീയ ഇല്ലാതാക്കി കളയുക. പക്ഷെ നീ വിട്ടുകൊടുക്കല് കേട്ടോ. നിന്നെ തന്നെ തൊട്ടെന്ന് പറഞ്ഞ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞാട്ടെ. ആമല ഹൽബൂറി ഹഖുറുഷാനലഹദിന. ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിലൊരു വാക്യമുണ്ട് കേട്ടോ, പ്രേ ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. റോമർ 8:26 പറയുക, നമുക്ക് വേണ്ടുവണ്ണം പ്രാർത്ഥിക്കണം നമുക്ക് ആർക്കും അറിയത്തില്ല,
പക്ഷേ ആത്മാവ് ദാനം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കൽ നിമിത്തം നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുകയാണ്. In this fight of the war of prayer, in this warfare prayer, if you don't know what to pray, ഈ പ്രാർത്ഥന യുദ്ധത്തിൽ നിനക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് നിനക്ക് അറിയത്തില്ലെങ്കിലും സാരമില്ല. നിന്റെ അകത്ത് നീ വീണ്ടും ജനിച്ചപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ അകത്തേക്ക് വന്നൊരു പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ. വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് സഹായിക്കാതെ ആർക്കും യേശുവിനെ ദൈവമെന്ന് പറയാൻ പറ്റത്തില്ല. ആ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ പോകുക. നീ ഒറ്റയ്ക്കല്ല കേട്ടോ. വേദപുസ്തകം പറയുകയാണ്, യേശു പറഞ്ഞതാണ് കേട്ടോ. ഇത് അമൻ അമൻ യേശു പറഞ്ഞതാണ്. ലൂക്കോസ് 10:19 പറയുകയാ, അത് ഒരു നാളും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. നീ ശാസിച്ചെന്ന് പറഞ്ഞോ, നീ ചവിട്ടിയെന്ന് പറഞ്ഞോ, നീ ബന്ധിച്ചെന്ന് പറഞ്ഞോ, നീ ഇനി വേണ്ട ദുർവ്യാപാരം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് നിനക്കത് ദോഷം വരുത്തുകയില്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ആർക്കത് വിശ്വസിക്കാൻ പറ്റുന്നറിയാമോ? അവർ പറയും, എൻ്റെ കർത്താവ് രാജാതി രാജാവാ, എൻ്റെ അപ്പൻ കർത്താതി കർത്താവാ. അതെ, എൻ്റെ ദൈവം എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ കർത്താവാണ്, പക്ഷേ അവൻ രാജാതി രാജാവാണ്. അവന് വേറൊരു പേരുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ ഓർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്, അവന് വേറൊരു പേരുണ്ട്, സൈന്യങ്ങളുടെ യഹോവേ, സൈന്യങ്ങളുടെ ദൈവം. എത്ര വലിയ അവൻ സൈന്യങ്ങളെ കൊണ്ട് ലോകത്തിലെ രാജാക്കന്മാർ വെച്ചാലും എൻ്റെ അപ്പനൊരു പേരുണ്ട്, സൈന്യങ്ങളുടെ ദൈവം. അതിൻ്റെ മേളിൽ നിൽക്കുന്നവൻ എൻ്റെ കർത്താവ്. അവൻ്റെ യോദ്ധാക്കൾ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ. നീ സാധാരണ ഇവിടുത്തെ ഒരു ആർമിയുടെ സോൾജിയേഴ്സ് അല്ല. നീ പ്രാർത്ഥന മുറി നീ കൽപ്പിക്കുമ്പോൾ സംഭവിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അത് നിങ്ങൾക്ക് ഒരു നാളും ദോഷം വരുത്തുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഒന്നാൽ സമർപ്പിച്ചു കൊടുത്താട്ട്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 18:18 പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ഒരു ഓർഡിനറി പ്രേയർ അല്ല. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. റീമാന ഹന്തനേരിയസിയ. എത്ര പേര് ഇങ്ങനൊരു പ്രാർത്ഥനയിലേക്ക് വരാൻ തയ്യാറുണ്ട്? കുവൈറ്റ് നിങ്ങളുടെ നാവിൻ മുമ്പിലാണ്. കുവൈറ്റ് നിൻ്റെ പ്രാർത്ഥനാ മുറിയിലാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നീ പറയാറില്ലേ, എന്തോ ഒരു പ്രശ്നമുണ്ട്, എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കറക്റ്റായി ടൈത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ കറക്റ്റായി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ പഠനം നേരെയാകുന്നില്ല. മൈ സ്റ്റഡി ഈസ് നോട്ട് ഹാപ്പനിങ്. ഐ ട്രൈ ടു സ്റ്റഡി വെരി വെൽ, ബട്ട് ഇറ്റ്സ് മെമ്മറി ഈസ് നോട്ട് there, and something is going on, and everybody say I'm good for nothing, but I know I'm struggling. But I tell you one thing, you have to become a prayer warrior. Fight against it. Declare a war against them, the demonic forces in your prayer room. Thank you Jesus, thank you Jesus. ദാനിയേൽ പുസ്തകം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥന തുടങ്ങിയതല്ല അവൻ. പക്ഷെ 1-ാം ദിവസം തന്നെ അവന് മറുപടി വന്നു. പക്ഷെ പാഴ്സി പ്രഭു അവൻ്റെ പ്രാർത്ഥന തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിപ്പോകുന്നതല്ല അവൻ്റെ പ്രാർത്ഥന യോദ്ധാക്കൾ. അവൻ പറയും, ലഭിക്കുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കും. അവന് വേണ്ടി മീഖായേലും ഗബ്രിയേലും ഇറങ്ങി വരും. ഒരുപക്ഷെ നിനക്ക് പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യാൻ കഴിവില്ലെങ്കിലും നീ പ്രാർത്ഥന നിരന്തരമായി കണ്ടിന്യൂ ചെയ്താൽ, നിർത്താതെ പ്രാർത്ഥിക്കുമെന്ന് നീ തീരുമാനിച്ചാൽ, പരിശുദ്ധാത്മ പറയും, നിനക്ക് വേണ്ടി ദൂതൻ ഈ രാത്രി ഇറങ്ങാൻ പോകുകയാ. I don't understand. I don't understand. I don't know നിങ്ങളുടെ പ്രതിസന്ധി എന്താണ്, എവിടെയാ പിശാച് നിങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യുന്നതെന്ന്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവിന് ഇത് ഇന്ന് രാത്രി തീർപ്പ് കൽപ്പിക്കാൻ പറ്റും. ഇങ്ങനൊരു പ്രാർത്ഥന റൂമിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ലെവൽ നമ്പർ 1 നിന്ന് ഒരു ബേബി പ്രെയർ ലൈഫിൽ നിന്ന് ലെവൽ നമ്പർ 2 മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. നമ്പർ 3 യുദ്ധ
മൊത്തത്തിലുള്ള പ്രാർത്ഥന, ഒരു പ്രാർത്ഥന പോരാളിയാകാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരെല്ലാം ഒരു പ്രാവശ്യം കരമുയർത്തിയാട്ട്. ഒരു വലിയ ബഹളമില്ലെങ്കിലും, ഒരു വലിയ ആരവാരമില്ലെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഉള്ളം കൊണ്ടൊന്ന് സമർപ്പിച്ച്, കർത്താവേ, ഐ ജസ്റ്റ് വാണ്ട് ടു ബി എ പ്രയർ വാരിയർ, ഐ വാണ്ട് ടു ബി എ പ്രയർ ഇന്റർസെസർ, ഐ വാണ്ട് ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് ഓഫ് മൈ ഡാഡി ഇൻ ഹെവൻ. You are saying with me, will you please lift up the hands and keep like that and start praying today. കുഞ്ഞുങ്ങളെ, start somewhere. എനിക്കറിയാം, ആ കൈ ഉയർന്നിരിക്കും. നിങ്ങളൊരു കാര്യം പറയട്ടെ, എനിക്കറിയാം പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ 5 മണിക്കൂറോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരനാകണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. സ്റ്റാർട്ട് വിത്ത് 15 minutes. പറ, അത് നിരന്തരമാകട്ടെ, അത് കണ്ടിന്യൂസ് ആകട്ടെ, അത് റെഗുലർ ആകട്ടെ, അത് എല്ലാ ദിവസവും സംഭവിക്കട്ടെ. നമ്പർ 1, ഫിക്സ് എ ടൈം എവറി ഡേ ആൻഡ് സേ ഐ വിൽ പ്രേ minimum 15 minutes. Minimum 15 minutes. When I say this, Holy Spirit is speaking to many of you to restart. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചിലർ പറയുക, റീസ്റ്റാർട്ട്, വീണ്ടും ആരംഭിക്കാം മകനെ എന്ന ശബ്ദം ഇവിടെ ചിലർ കേൾക്കുകയാണ്. താങ്ക് യു ജീസസ്. സ്റ്റാർട്ട് വിത്ത് 15 minutes. ആ കൈ ഉയർത്തലിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ട് വിത്ത് 15 minutes. സെറ്റപ്പ് എ ടൈം ഓർ എ പ്ലേസ്. നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ ഔട്ട്സൈഡ് റൂമിലോ ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കോ, ഐ ഡോണ്ട് നോ. ഫിക്സ് നൗ എ പ്ലേസ് ഫോർ യു വേർ ടു പ്രേ. വെൻ യു പ്രേ, take the scripture with you, whether you want read or not, no problem, but take with you. Open any place, just keep it. Take one diary with you. Don't take the mobile because it's a very destructive device today. Persistence is the key. Continuing that, our time, our place, our 15 minutes, continuing. Persistence is key. You will start every day at that time again where you stopped. ഇന്ന് രാത്രി തയ്യാറാണോ? പ്രൈസ് ഗോഡ്. ഒരു പേനയും പേപ്പറും ബൈബിളും തുറന്നൊരു പുസ്തകമായി ഒരു 15 മിനിറ്റ് എവിടെയെങ്കിലും ഒന്നിരിക്കാൻ. ഞാനൊരു കാര്യം പറയാം, ഒരു മാസം നിങ്ങൾ ഇരുന്നാൽ 31-ാം ദിവസം 1-ാം സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങും. നിങ്ങൾ യുദ്ധം ആരംഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സന്ദർശിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബങ്ങളിൽ മാറ്റം വരും. ഇത് ഇന്നത്തെ മീറ്റിംഗ് ഒരു വിശേഷപ്പെട്ട മീറ്റിംഗ്, സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കിയതല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ നേരത്തെ കണ്ട കാര്യമാണ്. ചിലരെ വീഴ്ചയ്ക്ക് മുമ്പേ പിടിച്ചു കൊണ്ടുവരാനായിട്ട്, നിന്റെ തകർച്ച മുന്നിൽ കണ്ടുകൊണ്ട് നിനക്കെതിരായി നിൽക്കുന്ന പൈശാചിക മേഖലയ്ക്കെതിരായി നീ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയാൻ വേണ്ടി. All to Jesus I surrender, God. I surrender all. I surrender all to thee, my blessed Savior. I surrender all. I surrender